എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1907 ദിവസത്തെ മലയാളം പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് ലോക ഫിലോസഫി ദിനമാണ്. അപ്പോൾ എന്താണ് ഈ ഫിലോസഫി ഹോമിയോപ്പതിയായിട്ടുള്ള ബന്ധം? നമ്മൾ ക്രോണിക് ഡിസീസ് വായിക്കുകയാണ്, അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഒരു രോഗിയുടെ അവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ട്. മാനസികമായ രോഗം ഭേദമാകാനുള്ള അവസ്ഥ. അതായത് if you don't have sufficient philosophy then it is very difficult to cure. അതായത് ഉള്ള ബുദ്ധിമുട്ടുകളെ എങ്ങനെയാണ് തരണം ചെയ്യാനുള്ള ഒരു 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 കഴിവ് ഒരു രോഗിക്കില്ലെങ്കിൽ ആ രോഗിയുടെ രോഗം ഭേദമാകാൻ പ്രയാസമാണെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഹോമിയോപ്പതി വളരെയധികം തത്വചിന്തയും അടുത്ത് നിൽക്കുന്നു. അപ്പൊ നമുക്ക് ഒരു നിമിഷം മൗന പ്രാർത്ഥനയിലേക്ക് ഇന്നത്തെ പരിപാടിയിലേക്ക് കടക്കാം. നന്ദി. ഈ പരിപാടിക്ക് ഔപചാരികമായി സ്വാഗതം ആശംസിക്കുന്നതിനായിട്ട് ഷാലു രാജനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഗുഡ് ഈവനിങ് ഡോക്ടേഴ്സ്, സ്റ്റുഡൻസ്, അതുപോലെ തന്നെ നമ്മുടെ ഹോമിയോപ്പതിക് ലവേഴ്സ്. നമ്മൾ IFPHന്റെ ഡെയിലി മലയാളം വെബിനാറിന്റെ 1907 ദിവസമായ ഇന്ന് ലോക ഫിലോസഫി ദിനം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ വെബിനാറിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മുടെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് എത്തിയിട്ടുള്ളത് ആദരണീയായ റിട്ടയർഡ് ഡെപ്യൂട്ടി കളക്ടർ ശ്രീമതി ഷാജിന മാഡം ആണ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഈ വെബിനാറിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള ഷാജിന മാഡത്തെ IFPHന്റെ പേരിൽ ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുകയാണ്. അതുപോലെ തന്നെ ഇന്ന് പ്രഭാഷണത്തിനായിട്ട് എത്തിച്ചേർന്നിട്ടുള്ളത് നമുക്ക് ഇത്രയും പ്രിയങ്കരനായിട്ടുള്ള ഡോക്ടർ M ശ്രീകുമാർ സാറാണ്. അദ്ദേഹം തിരുവനന്തപുരം ഗവൺമെന്റ് വുമൻസ് കോളേജിൽ അസോസിയേറ്റ് പ്രൊഫസറായിട്ട് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രോധവും കനിവും, നീഷയെ, നേരും നുണയും, ഭർതൃഹരിയുടെ ഭാഷാ ദർശനം തുടങ്ങിയ 5ഓളം കൃതികളും, അതുപോലെ തന്നെ ഫിലോസഫി ആൻഡ് കൾച്ചറൽ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട 50ഓളം ആർട്ടിക്കിൾസും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇതിൽ ഭർതൃഹരിയുടെ ഭാഷാ ദർശനത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം നമുക്ക് തത്വചിന്തയും ജീവിതവും എന്ന വിഷയത്തെ ആസ്പദമാക്കി ഒരു പ്രഭാഷണം നൽകുകയാണ്. ഡോക്ടർ M ശ്രീകുമാർ സാറിനെ ഞാൻ ഈ വെബിനാറിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ ഇന്ന് ഈ ഫിലോസഫി ദിനത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ വെബിനാറിലേക്ക് കടന്നു വന്നിട്ടുള്ള ഹോമിയോപ്പതിക് ലവേഴ്സ്, ഡോക്ടേഴ്സ്, അതുപോലെ തന്നെ വിദ്യാർത്ഥിനികൾ, IFPHന്റെ ഭാരവാഹികൾ, അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാം മോഡറേറ്റ് ചെയ്യുന്ന മനോജ് ഡോക്ടർ, നന്ദി പ്രകാശനം നടത്തുന്ന ഡോക്ടർ ശൈല മാഡം, എല്ലാവരെയും IFPHന്റെ പേരിൽ ഈ ഒരു വെബിനാറിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുകയാണ്. നന്ദി ശ്രീ ഷാലു രാജൻ. അപ്പോൾ നമുക്ക് ഉദ്ഘാടനത്തിലേക്ക് കിടക്കാൻ സമയം വളരെ പ്രധാനമാണ്. നമ്മുടെ IFPHന്റെ ഫിലോസഫി അത് തന്നെയാണ്, സമയം കളയാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ആദരണീയായ മുൻ ഡെപ്യൂട്ടി കളക്ടർ ഷാജന മാഡം ജോയിൻ ചെയ്തിട്ടുണ്ട്. മാഡത്തെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനത്തിനായിട്ട് ക്ഷണിക്കുന്നു. അൺമ്യൂട്ട് ചെയ്യാം മാഡം, അൺമ്യൂട്ട് ചെയ്യാമോ? കേൾക്കാമോ? ഇന്നത്തെ സൂം വെബിനാറിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ലോക ഫിലോസഫി ദിനമായ ഇന്ന് തത്വചിന്തയും ജീവിതവും എന്ന വിഷയമാണല്ലോ നമ്മൾ ഇവിടെ പ്രതിപാദിക്കുന്നത്. ഫിലോസഫി എന്ന് പറയുന്നത് ജീവിതത്തിലെ സത്യാന്വേഷണമല്ലേ? ഒരു ജീവൻ എങ്ങനെ പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുന്നു എന്ന പ്രഹേളികയുടെ കണ്ടെത്തലും കൂടെയാണല്ലോ അത്. ഇതൊരു വലിയ വിഷയമാണ്. അതിനെപ്പറ്റി മുഖ്യ പ്രഭാഷകൻ പറയുന്നതാണ്. നന്മ നിറഞ്ഞ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ തത്വചിന്ത കൂടിയേ തീരൂ. വർഷങ്ങൾക്ക് മുൻപ് ഡോക്ടർ സാമുവൽ ഹനിമാൻ പ്രകൃതി നിയമങ്ങൾക്ക് അനുസരിച്ച് കണ്ടുപിടിച്ച ഒരു തത്വശാസ്ത്രമാണല്ലോ ഹോമിയോപ്പതി. ഹോമിയോപ്പതിയുടെ ഒരു ഗുണഭോക്താവാണ് ഞാൻ. 20 വർഷം മുമ്പ് എനിക്ക് ബ്രസ്റ്റിൽ ഒരു മുഴ വന്ന് ഞാൻ വളരെയധികം കഷ്ടപ്പെട്ട് കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, കൊല്ലത്ത് ഒരു ഹോമിയോ ഡോക്ടർ ഉണ്ട്, ഒന്ന് പോയി കണ്ടാലോ എന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടു. 1 വർഷത്തോളം ഞാൻ അദ്ദേഹത്തിന്റെ മരുന്ന് കഴിച്ചു. അത് കഴിഞ്ഞപ്പം അദ്ദേഹം പറഞ്ഞു എന്നെ ഒന്ന് നേരിൽ കാണണമെന്ന്.
ഞാൻ അവിടെ ചെന്നപ്പം എന്നെ എല്ലാം പരിശോധിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു. പറഞ്ഞില്ല എന്നേ ഉള്ളൂ, നിങ്ങളൊരു കാര്യം ചെയ്യുക, RCCയിൽ പോയി മാമോഗ്രാം ചെയ്യൂ എന്ന് പറഞ്ഞു. ശരി പറഞ്ഞു. ഞാൻ RCCയിൽ പോയി മാമോഗ്രാം ചെയ്തപ്പം എനിക്ക് യാതൊരു അസുഖവുമില്ല. അതുപോലെ തന്നെ 5 വർഷം മുമ്പ് ഡയബറ്റിക് ന്യൂറോപ്പതിക്ക് വേണ്ടി ഒരു അലോപ്പതി ഡോക്ടർ എനിക്കൊരു ഗുളിക കുറിച്ച് തന്നു. വളരെയധികം ബുദ്ധിമുട്ടുമായിരുന്നു ഞാൻ. ആ ഗുളിക കഴിക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് ലൂസ് മോഷൻ തുടങ്ങിയിട്ട് എന്തൊക്കെ മരുന്ന് കഴിച്ചിട്ടും എനിക്ക് കുറയുന്നില്ല. അങ്ങനെയാണ് തിരുവനന്തപുരത്തുള്ള ഡോക്ടർ ഭാഗ്യലക്ഷ്മിയുടെ അടുത്ത് ഞാൻ പോയത്. ഡോക്ടറെ അടുത്ത് ഞാൻ എൻ്റെ മരുന്ന് കഴിച്ച് എന്തെല്ലാം മരുന്ന് കഴിച്ചു, എന്തൊക്കെ ടെസ്റ്റുകൾ ചെയ്തു എന്നുള്ളതെല്ലാം പറഞ്ഞു. എന്തായാലും വലിയ താമസമില്ല. ഡോക്ടർ പറഞ്ഞു, ഇപ്പൊ കഴിക്കുന്ന ഗുളിക അങ്ങ് നിർത്തിയേക്ക്. ആ ഗുളികയുടെ റിയാക്ഷനാണ്. 75 കിലോ ഉണ്ടായിരുന്ന ഞാൻ 52 കിലോ ആയിട്ട് അങ്ങ് ക്ഷീണിച്ചു. എനിക്ക് നടക്കാൻ പോലും വയ്യാത്തൊരു ഇതിലാണ് ഹസ്ബൻഡ് എന്നെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയത്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഹോമിയോപ്പതിയോട് വളരെയധികം വിശ്വാസമാണ്. എനിക്ക് പരിചയമുള്ള എല്ലാവരെയും തന്നെ ഞാൻ ഈ ഡോക്ടറെ അടുത്തോട്ട് പറഞ്ഞു വിടും. ഈ ഡോക്ടർ എന്നല്ല, ഹോമിയോപ്പതിയിൽ വിശ്വസിക്കണം എന്നുള്ളൊരു പല ഇതുമുണ്ട്. നമ്മളുടെ ഈ കാലത്ത് എന്താ പറയുക, എല്ലാവർക്കും ഒരു വിശ്വാസം, 10-50,000 രൂപ കൊടുത്ത് വലിയ ഹോസ്പിറ്റലിലൊക്കെ പോയി ചെലവാക്കിയാലേ അസുഖം മാറുള്ളൂ എന്നൊരു വിശ്വാസം ഉണ്ട്. ഹോമിയോപ്പതിക്കാവുമ്പോ അത്രയും പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ. പിന്നെ നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്ന എന്തിനാണ്? ആരോഗ്യത്തോടുകൂടിയും സന്തോഷത്തോടുകൂടിയും സമാധാനത്തോടും കൂടി ജീവിക്കാനാണ്. അപ്പൊ ആരോഗ്യം ഇല്ലെങ്കിൽ നമ്മളെ എന്തിനെങ്കിലും കൊള്ളുവോ? അവിടെയാണ് ഹോമിയോപ്പതിയുടെ ആവശ്യകത അത്യാവശ്യമായിട്ടും നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ടതും. മറ്റു ചികിത്സാ രീതികള് ഹോമിയോപ്പതിയെ അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോൾ ഒരു ഫീനിക്സ് പക്ഷിയെ പോലെയാണ് ഹോമിയോപ്പതി ഉയർന്നു വരുന്നത്. അതിനായി IFPS പോലുള്ള സംഘടനകളുടെ സംഭാവന വളരെ വലുതാണ്. ഈ സംഘടന ഹോമിയോപ്പതി സിസ്റ്റത്തിനെ ലോകത്തിന്റെ ഉന്നതിയിൽ എത്തിക്കാൻ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വെബിനാർ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. വളരെ നന്ദി മാഡം. മാഡം പറഞ്ഞ പോലെ സതുത്വം അത് നീയാണ് എന്നുള്ള തിരിച്ചറിവിലേക്കുള്ള ഒരു അന്വേഷണ യാത്ര, അതാണ് ഓരോ വ്യക്തികളും അറിഞ്ഞോ അറിയാതെ ചെയ്യുന്നത്. അവസാനം ശബരിമലയിലെ 18-ാം പടി കയറുമ്പോൾ 18 പടികൾ കയറി അവിടെ ചെല്ലുമ്പോൾ അത് നീയാകുന്നു എന്നുള്ള തിരിച്ചറിവിലേക്ക് എത്തും. പക്ഷെ ഈ തിരിച്ചറിവിലേക്ക് എത്തും തോറും ഈ പറഞ്ഞ പോലുള്ള പല പല കാര്യങ്ങളിൽ നിന്നുള്ള മനസ്സിന് ഡൈവേർഷൻ ഉണ്ടാവുകയും കുറെ കൂടെ സ്വസ്ഥത അനുഭവിക്കുകയും ചെയ്യുന്നതാണ് പൊതുവെ ഉള്ളത്. ഈ പ്രായോഗികമായുള്ള വശങ്ങൾ വേറെ ഉണ്ടാകും. എന്നിരുന്നാലും ഇതിനെക്കുറിച്ച് കൂടുതൽ ആധികാരികമായിട്ട് പറയാൻ ശ്രീകുമാർ സാറിനെ പോലെ വേറെ ആള് അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ സാറിനെ ആദരവും ക്ഷണിക്കും. സാർ പ്ലീസ്. ശരി. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോന്ന് വിചാരിക്കുന്നു. ഓഡിബിൾ അല്ലേ സാർ? ആണ് സാർ, ആണ്. അതെ, ഓക്കെ, സംസാരിച്ച് തുടങ്ങാലോ അല്ലേ? തീർച്ചയായിട്ടും. അതെ, അതെ. അപ്പോ ഇതൊരു എവിടുന്ന് തുടങ്ങണം എന്നുള്ളതാണ് ഫിലോസഫിയിൽ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മളിപ്പോ കുട്ടികളെ പഠിപ്പിക്കുന്ന പോലെ അല്ലല്ലോ ഒരു ഡോക്ടേഴ്സിനോട് സംസാരിക്കുന്നത്. അപ്പോ പക്ഷെ ഫിലോസഫീന്റെ കാര്യത്തില് എങ്ങനെ ഫിലോസഫി എന്ന് പറയുന്ന ഒരു ജ്ഞാന മേഖലയെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ഫിലോസഫേഴ്സിനിടയിൽ തന്നെ വലിയൊരു ആശയക്കുഴപ്പമുണ്ട്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോവാതെ 1-2 പോയിന്റ്സ് ആദ്യം പറയാം, എന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ച വരുമ്പോൾ നമുക്ക് അതിലേക്ക് പോവാം. ഇപ്പം നിങ്ങളൊക്കെ ഓൾമോസ്റ്റ് എല്ലാവരും ഡോക്ടേഴ്സ് ആണ്, അല്ലെങ്കിൽ വൈദ്യശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ട സ്റ്റുഡൻസ് ആണ്. അപ്പൊ ഞാൻ ആദ്യമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കാം. ചോദ്യം എന്നല്ല, അങ്ങനെ പറയുന്നതിന് എനിക്ക് ഇഷ്ടമല്ല. ചോദ്യമല്ല, ഇറ്റ്സ് എ മാറ്റർ ഫോർ ഡിസ്കഷൻ. ഈ സയൻസും തത്വചിന്തയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? അല്ലെങ്കിൽ സയൻസ് എന്ത് ചെയ്യുന്നു എന്ന് പറയൂ, അല്ലെങ്കിൽ തത്വചിന്ത എന്ത് ചെയ്യുന്നു എന്നാണ് നിങ്ങൾക്കൊരു ധാരണയുള്ളത്? ഒരു വേറെ രീതിയിൽ ഈ ചോദ്യത്തിന് വേറെ രീതിയിൽ പറയാം. അപ്പം നിങ്ങൾ ഹോമിയോപ്പതി പ്രാക്ടീസ് ചെയ്യുന്നു, അതായത് ഹോമിയോപ്പതി ഒരു സയൻസ് ആണല്ലോ ഒരർത്ഥത്തിൽ, അല്ലേ? ശരിയല്ലേ? കേൾക്കുന്നില്ലേ? അതെ, കേൾക്കാത്ത റെസ്പോണ്ട് ചെയ്തോളൂ, എന്നാലേ എനിക്കൊരു ഊർജം കിട്ടുള്ളൂ സംസാരിക്കാൻ. അത് ഈ ഹോമിയോപ്പതി ഒരു ശാസ്ത്രമാണല്ലോ. അലോപ്പതിക്കാർ നിങ്ങളെ ശാസ്ത്രം അല്ല എന്ന് പറഞ്ഞാൽ ഇതൊരു ശാസ്ത്രമാണ്. ഓക്കെ, ഇതൊരു സയൻസ് ആണ്. സയൻസ് എന്ന് പറയുന്നത് ഒരു അംബ്രല്ല ടേമാണ്. സയൻസ് എന്നിട്ട് കാര്യം ഇല്ല സത്യത്തില്. സയൻസ് ഒരു അംബ്രല്ല ടേമാണ്. കാരണം നമ്മളിപ്പോ ഒരു ന്യൂട്രോണും ഫിസിക്സും
ഐൻസ്റ്റീനിയൻ ഫിസിക്സും പിന്നെ ക്വാണ്ടം ഫിസിക്സും തമ്മിൽ ഒരു ബന്ധവുമില്ല പരസ്പരം. പക്ഷെ ഇതിനെല്ലാം നമ്മൾ സയൻസ് ആയിട്ടാണ് കാണുന്നത്. ശരിയല്ലേ? അല്ല, കേൾക്കുന്നില്ലേ? ശരി, അതെ, കേൾക്കാം. കേൾക്കാം സാർ, കേൾക്കാം. അപ്പൊ ഞാൻ പറഞ്ഞത് സയൻസ് എന്ന് പറയുന്നതിന്റെ വാല്യൂ എന്താന്ന് നിങ്ങൾക്കറിയാം. ഇനി സയൻസിന്റെ കാര്യം വിട്ടേക്കും. ഹോമിയോപ്പതിന്റെ വാല്യൂ എന്താന്ന് നിങ്ങൾക്കറിയാം. അറിയാലോ. അതുകൊണ്ടാണല്ലോ ഹോമിയോപ്പതി നല്ലതാണെന്ന് നിങ്ങൾ വാദിക്കുന്നത്. അല്ലെങ്കിൽ MBBS കാരൻ അലോപ്പതി നല്ലതാണെന്ന് വാദിക്കുന്ന അയാൾക്കത് ബോധ്യപ്പെട്ടുകൊണ്ടാണല്ലോ. നമ്മൾ ഫിലോസഫി പറയുന്ന ഒരു കാര്യമുണ്ട്. ഫിലോസഫി എന്നല്ല, പൊതുവെ ഫിലോസഫി മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കാര്യമുണ്ട്. ഏത് കാര്യത്തിന്റെ ഒരു വാല്യൂവിനെ, നമുക്ക് അതിന്റെ മൂല്യത്തിനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റണമെങ്കിൽ അതിന്റെ പ്രയോജനം നമുക്ക് മനസ്സിലാവണം. ഇപ്പൊ ഹോമിയോപ്പതിന്റെ മൂല്യം എന്ന് പറയുന്നത്, ഹോമിയോപ്പതിക്ക് മൂല്യം ഉണ്ടെന്ന് വെറുതെ പറഞ്ഞുകൊണ്ട് ഹോമിയോപ്പതിക്ക് മൂല്യം ഉണ്ടാവില്ല. അതിന് ഇപ്പൊ മേഡം നേരത്തെ ഇനോഗ്രേഷൻ സെഷനിൽ പറഞ്ഞ പോലെ ബ്രസ്റ്റിന്റെ ആ ഒരു പ്രശ്നം മാറ്റി എന്ന് പറയുന്നത്, നിങ്ങൾക്കത് കൺവിൻസ്ഡ് ആയി. ആ വാക്ക് വളരെ പ്രധാനപ്പെട്ടാണ്. കൺവിൻസ്ഡ് ആയി, നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു. ഈ ബോധ്യമാണ് അതിന് മൂല്യമുണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നത്. റൈറ്റ്? ഞാൻ പറയുന്നത് ശരിയല്ലേ? അതെ, അല്ലേ? അപ്പൊ സയൻസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നോഷനായിട്ട് ഞാൻ കാണുന്നത്, നിങ്ങൾക്കൊരു കാര്യം വസ്തുനിഷ്ഠമായിട്ട് നിങ്ങൾ ബോധ്യപ്പെടുത്തുന്നു. അപ്പൊ സയൻസ് എന്ന് പറയുന്നത് നിങ്ങളൊരു കാര്യം 100% ബോധ്യപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു അപ് ടു 60 to 100% ബോധ്യപ്പെടുന്നുണ്ട്. അത്രയും മതി. ഒരു 60% നിങ്ങൾക്കൊരു കാര്യം ബോധ്യം വന്നാൽ തന്നെ അത് ബോധ്യമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഫിലോസഫി എന്ന് പറയുന്ന വിഷയം എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. ഇത് വളരെ കൺഫ്യൂസിംഗ് ആയ ചോദ്യമാണ്. അത് സയൻസും ഫിലോസഫിയും തമ്മിൽ കോൺട്രാഡിക്ടറി ആണോ അല്ലയോ, അല്ലെങ്കിൽ ഫിലോസഫി എന്ന് പറയുന്ന ഒരു വിഷയത്തിന്റെ വാല്യൂ എന്താണെന്നുള്ളതാണ് ചോദ്യം. ഞാൻ അതിലേക്കാണ് വരുന്നത്. ഹോമിയോപ്പതിന്റെ വാല്യൂ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ആയുർവേദത്തിന്റെ വാല്യൂ എന്താണെന്ന് ആയുർവേദത്തിന്റെ ഒരു വൈദ്യനറിയാം, അലോപ്പതിക്കാർക്കും അറിയാം. അതുപോലെ ഈ ഫിലോസഫി എന്ന് പറയുന്ന വിഷയത്തിന്റെ വാല്യൂ എന്താണ് എന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ധാരണ ഉണ്ടെങ്കിൽ എനിക്ക് അതിനോട് യോജിച്ചോ വിയോജിച്ചോ മുന്നോട്ട് പോകാൻ പറ്റും. ഒന്ന് പറയാൻ പറ്റുമോ? Or what do you think about the philosophy? Is it useful or useless? ഫിലോസഫി ഇല്ല മുമ്പോട്ട് പോകാൻ കഴിയില്ല സാറേ. എങ്ങനെ? ഫിലോസഫി ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ലല്ലോ. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് ഉണ്ട് സാറേ. നിങ്ങൾക്കത് കൺവിൻസ്ഡ് ആയിട്ടുണ്ടോ? യൂസ്ഫുൾ ആണ്. അല്ല, തീർച്ചയായും. നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടോ? അതെ. അല്ല, ഉണ്ടോ? അല്ല, ഞാൻ പറഞ്ഞത് യൂസ്ഫുൾ ആണെന്നുള്ള നമ്മളൊരു എന്താ പറയുക, ഒരു സ്വീപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്കത് ബോധ്യപ്പെട്ടു, കൺവിൻസ്ഡ് ആയിട്ടാണ്. ഞാനിപ്പോ ക്ലാസ്സിൽ കുട്ടിയോട് പറയുന്ന കാര്യമുണ്ട്, ദൈവം ഉണ്ടെന്ന് എല്ലാവരും പറയുന്നു. ദൈവം ഉണ്ട് നിങ്ങൾക്ക് ബോധ്യപ്പെടണ്ടേ? നിങ്ങളൊരു കാര്യം കേൾക്കുന്നതും ബോധ്യപ്പെടുന്നതും വ്യത്യാസമാണ്. ഇപ്പം നിങ്ങൾ പറയുന്നത് യൂസ്ഫുൾ ആണെന്ന് പറയുന്നു. ഇപ്പൊ മനോജ് സാർ പറയുന്നു, ഇപ്പൊ ഇരിക്കുന്ന എനിക്ക് കണ്ണോക്കാന്ന് വിചാരിക്കാൻ ഡോക്ടർ ഷൈല പറയുന്നു, അല്ലെങ്കിൽ ഹെർബർട്ട് സിൽവ പറയുന്നു, നിങ്ങൾ യൂസ്ഫുൾ ആണെന്ന് പറയുന്നു. ഐ അഗ്രി വിത്ത് യു. ബട്ട് ഇസ് ഇറ്റ് കൺവിൻസ്ഡ്? നിങ്ങൾക്ക് ബോധ്യപ്പെട്ടോ? ആണല്ലോ. ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് ഒന്നും തോന്നരുത്. കാരണം ഫിലോസഫിയിൽ ആർഗ്യുമെന്റിലൂടെയും ലോജിക്കിലൂടെയാണ് നമ്മൾ തർക്കിക്കുന്നത്. കൺവിൻസ്ഡ് ആയ ഒരു ഉദാഹരണം സാർ പറയും. നമ്മൾ ദിവസവും ചികിത്സിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ആൾക്കാർ സുഖമാവുന്നുണ്ട്. അല്ല, അതുകൊണ്ട് എന്താ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഫിലോസഫി എന്ന് പറഞ്ഞ കാര്യം ഒന്നും പറഞ്ഞിട്ടല്ലല്ലോ ആൾക്കാരെ ചികിത്സിക്കുന്നത്. അല്ല. അപ്പൊ അത് ഫിലോസഫി എല്ലാത്തിനെ സംബന്ധിച്ചിടത്തോളം അതിന് ബേസിക് ആയിട്ട് ഒരു ഫിലോസഫി അതിന്റെ ബാക്ക്ഗ്രൗണ്ട്. അല്ല, അത് ഒരു കോമൺ സ്റ്റേറ്റ്മെന്റ്. അതായത് ഈ പ്ലാറ്റോന്റെ കാര്യം മുതൽ പറയുന്ന കാര്യം, ഫിലോസഫി ഇസ് ദ കോപ്പിംഗ് സ്റ്റോൺ ഓഫ് ഓൾ സബ്ജക്ട്സ് എന്ന് പറയും. അത് കോപ്പിംഗ് സ്റ്റോൺ ആണ്. എല്ലാ സബ്ജക്റ്റിന്റെയും അങ്ങേ അറ്റത്തിരിക്കുന്ന സബ്ജക്റ്റ് ആണ് ഫിലോസഫി എന്ന് പറയും. അതൊരു ജനറൽ സ്റ്റേറ്റ്മെന്റാ. ഞാൻ ചോദിക്കുന്നത്, ജനറൽ സ്റ്റേറ്റ്മെന്റിൽ ബോധ്യങ്ങളില്ല. പെർട്ടിക്കുലർ ആയിട്ട് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടോ? ഉണ്ട്. എന്താന്ന് പറയൂ. നമ്മൾ ഡെയിലി പ്രാക്ടീസിൽ നമുക്കത് വിജയകരമായിട്ട് സക്സസ് നമ്മളിപ്പോഴും വിചാരിക്കുന്ന അടുത്ത് എത്തിക്കാൻ കഴിയുന്നുണ്ട്. അല്ല, ഞാൻ ചോദിച്ചത് നിങ്ങൾ ഫിലോസഫിക്കലെ കാര്യം ഒന്നും ഇല്ലാതെ ഒരു മരുന്ന് കൊടുത്താലും, കേൾവിയോ എന്താണ് എഴുതാനോ വായിക്കാനോ തരാത്തവർക്ക് മരുന്ന് കൊടുത്താലും, ഫിലോസഫി ഒരു കാര്യവും പറഞ്ഞിട്ടില്ലെങ്കിൽ ഇയാൾ രോഗം ഭേദമായിട്ട് വരും. അതെ, ശരിയല്ലേ? അപ്പൊ ഫിലോസഫി ഈസ് നോട്ട് എ ഇൻഡിസ്പെൻസിബിൾ നെസസിറ്റി ഇൻ ദിസ് കേസ്. ഇതൊരു ഇൻഡിസ്പെൻസിബിൾ നെസസിറ്റി ആവണമെന്നില്ല. അല്ലേ? ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്കൊരു കാര്യത്തിന് നിങ്ങൾ അത്രയും വാല്യൂ കൊടുക്കണമെങ്കിൽ അതൊരു ഇൻഡിസ്പെൻസിബിൾ നെസസിറ്റി ആയിരിക്കണം. ശരിയല്ലേ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഫിലോസഫി ഒരു ഇൻഡിസ്പെൻസിബിൾ നെസസിറ്റി ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊരു കൺവീനിയന്റ് ഫിക്ഷൻ ആയിട്ട് ഫിലോസഫി എന്തോ ഗ്രേറ്റ് സബ്ജക്റ്റ് ആണ്, അത് എനിക്കറിയാതെ. കാരണം ഗ്രേറ്റ് സബ്ജക്റ്റ് ആണ്. സോക്രട്ടീസ് മുതൽ തുടങ്ങിയുള്ള ഒരുപാട് ഗ്രേറ്റ് ഫിലോസഫേഴ്സ് അതിനെ കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. വ്യാസം മുതൽ ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അത് ഗ്രേറ്റ് സബ്ജക്റ്റ് ആണെന്ന് പൊതുവേ എല്ലാവരും പറയുന്നതുകൊണ്ട് നമ്മളും അങ്ങനെ പറയുന്നു. അങ്ങനെയല്ല. നമ്മളിപ്പോൾ ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഫിലോസഫിക്കൽ അപ്രോച്ച് ഉണ്ട് നമുക്ക്.
I agree ചില with you. ആൾക്കാരെ ഇലിറ്ററേറ്റ് നമ്മൾ നേരത്തെ സാറ് പറഞ്ഞതുപോലെ ചില കേസുകളിൽ നമുക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ചിലവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൺവിൻസ് ചെയ്യിപ്പിച്ചു പറഞ്ഞതിന് ശേഷം മെഡിസിൻ കൊടുത്താൽ അതിന്റെ എഫക്ട് കൂടുതലാണ്, കുറച്ചുകൂടെ എഫക്ട് കൂടുതലാണ്. അതെ, ഫിലോസഫിക്കൽ നോളജ് ഇല്ലാതെ ഇതൊക്കെ സാധ്യമാണല്ലോ. എന്നാലും ഒരു ടീച്ചിങ് അതിന്റെ പിന്നിൽ ആവശ്യമുണ്ട്. എല്ലായ്പ്പോഴും ഒരു ടീച്ചിങ് ആവശ്യമുണ്ട്. അത് ഞാൻ ചോദിക്കുന്നത്, ഒരു ഫിലോസഫിക്കൽ നോളജേ ഇല്ലാതെ വയനാട്ടിലെ ഒരു ആദിവാസിക്ക് നിങ്ങൾ മരുന്ന് കൊടുത്താലും ഭേദാവുമല്ലോ. ആവോ ആവോ. ആവോ അതിന് ഫിലോസഫിക്കൽ അപ്രോച്ച് ഇല്ല നമുക്ക് വേണം പറയാം. ടെക്സ്റ്റൽ നമുക്ക് പറയാം. ഫിലോസഫിക്കൽ അപ്രോച്ച് ഇല്ലെന്നല്ല, നമുക്കൊരു ഫിലോസഫിക്കൽ അപ്രോച്ച് ഉണ്ട്. ആ കേസിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ഫിലോസഫിക്കൽ അപ്രോച്ച് ഉണ്ട്, അവർക്കൊരു പക്ഷേ ഒന്നുമില്ലായിരിക്കാം. അല്ല, ഞാൻ ചോദിക്കുന്ന കാര്യത്തിലാണ്. സയൻസില് നമ്മൾ സമയം വളരെ പരിമിതമാണല്ലോ. സയൻസില് നമ്മളിപ്പോ ഒരു ഡിഗ്രി കോഴ്സിനോ PG കോഴ്സിനോ ഒക്കെ 5-6 മാസം എടുത്ത് നമ്മൾ പറയുന്ന കാര്യമാണ് നമ്മൾ ചുരുക്കി പറയുന്നത്. സയൻസില് നിങ്ങൾക്കൊരു കാര്യം ബോധ്യപ്പെടുന്ന അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതിൽ തർക്കമൊന്നുമില്ല. അനുഭവം ഉണ്ടെങ്കിൽ അതിൽ വർത്താനമൊന്നുമില്ല, അതിൽ തർക്കമൊന്നുമില്ല. നോ ഡൗട്ട് ഇൻ ഇറ്റ് ഈസ് ദർ ഇസ് നോ റൂം ഫോർ ഡൗട്ട് ഇൻ ഇറ്റ്. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, ഒരു ഫിലോസഫിക്കൽ ആൻഡ് നോളജ് ഇൻഡിസ്പെൻഡന്റ് നെസസിറ്റി ആണ് എന്നൊരാൾ പറഞ്ഞാൽ അതിനെ എതിർക്കാൻ നമുക്ക് പറ്റും. അതേസമയം പാരാസെറ്റമോൾ ഇൻഡിസ്പെൻഡന്റ് നെസസിറ്റി അല്ല എന്ന് പറഞ്ഞാലും നമുക്ക് അതിനെ എതിർക്കാൻ പറ്റും. ഞാൻ പറഞ്ഞ ശരിയല്ലേ? അതായത് ഇൻഡിസ്പെൻസിബിൾ നെസസിറ്റി ആണോ എന്നുള്ള ഏറ്റവും വലിയ ചോദ്യം. നിങ്ങൾക്കത് ബോധ്യമാവണമെങ്കിൽ നിങ്ങൾ കൺവിൻസ്ഡ് ആവണം. ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഏത് ഫിലോസഫിക്കൽ ലെസൺ ആണ് കൺവിൻസ്ഡ് ആയിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ അതാണ് ഞാൻ ചോദിക്കുന്നത്. അതിന്റെ പ്രശ്നം എന്താ അറിയോ? പറഞ്ഞോളൂ. ഒരു ഡോക്ടർ ഒരു പേഷ്യന്റിനെ ചികിത്സിക്കുമ്പം ആ പേഷ്യന്റിന് ഡോക്ടറോടുള്ളൊരു വിശ്വാസം എന്ന് പറയുന്നത് അതൊരു വലിയ കാര്യം തന്നെയാണ്. എന്നെ സംബന്ധിച്ച് ഡോക്ടറോടുള്ള വിശ്വാസം, ആ ഡോക്ടർ രോഗിയോടുള്ള സമീപനം, ആ ഡോക്ടർ എന്തൊക്കെയാണ് അവര് വെറുതെ രോഗി എടുത്ത് വന്ന് നിങ്ങൾക്ക് എന്തൊക്കെയാ അസുഖം, ശരി എഴുതി വെച്ചു ഇന്ന മരുന്ന്, അതല്ല ഡോക്ടർ അടുത്ത് പറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം പല ഡോക്ടേഴ്സിനെയും കണ്ടു കഴിഞ്ഞിട്ടാണ് അവസാനം ഒരു ഡോക്ടർ അടുത്ത് വന്നപ്പോഴത്തേക്ക് ശരിക്കും ആ ഒരു സാഹചര്യത്തിൽ ഞാൻ ഒരു ദൈവത്തെയാണ് മുമ്പിൽ കണ്ടത്. ഞാൻ പറഞ്ഞു, എന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു 75 കിലോ ഉണ്ടായിരുന്ന ഞാൻ 52 കിലോയിലോട്ട് കുറഞ്ഞുപോയി. പല ഡോക്ടർമാരെയും കണ്ടിട്ട് അവസാനമായിട്ടാണ് ഞാൻ ഭാഗ്യലക്ഷ്മി ഡോക്ടറെ കണ്ട്. അത് ഡോക്ടർ വളരെ ഒത്തിരി തിരക്കായിട്ട് പോലും എന്റെ ഹസ്ബൻഡ് വളരെ വിഷമിച്ച് വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് ശരി പുള്ളിക്കാരി കൊണ്ടുവരൂ, എങ്ങനെയാണെങ്കിലും പിടിച്ചു കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. കൊണ്ടുചെന്ന് തിരക്കായിട്ട് പോലും എന്നെ ഉടനെ കയറ്റി. ആ ഡോക്ടറുടെ ആ വാക്കുകൾ തന്നെ നമ്മുടെ മനസ്സിന് ശരിക്കും പറഞ്ഞാൽ ഒരു തണുപ്പാണ്. എത്ര അസുഖം വന്ന് ക്ഷീണിച്ചിരിക്കുന്ന ഒരാളാണെങ്കിലും ഡോക്ടറുടെ സമീപനം കൊണ്ട് തന്നെ നമുക്ക് കുറെ ഒരു ആശ്വാസം കിട്ടും. പിന്നെ ഡോക്ടറുടെ എന്താ പറഞ്ഞ ഇത്രയും ഡോക്ടേഴ്സിനെ കണ്ടിട്ട് കുറയാത്ത ഒരു അസുഖം. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഡോക്ടർ ഒരു കാണപ്പെട്ട ദൈവമാണ്. എന്റെ അസുഖങ്ങൾ മാറ്റി തന്ന ഒരു ഡോക്ടർ എനിക്ക് കാണപ്പെട്ട ദൈവം തന്നെയാണ്. ഞാൻ ഇപ്പോഴും അങ്ങനെ തന്നെ ഒരു ചിന്തിക്കുന്ന ഒരാളാണ്. ഇത്രയും മനസ്സിലായി. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് സംസാരിക്കാൻ പറ്റുമോ? എങ്ങനെ? എനിക്ക് അതിനെ പറ്റി ഒന്ന് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞോളൂ. ഞാനൊരു ഹോമിയോപ്പതിക് ലവറാണ്. എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഫിലോസഫി എന്ന് പറയുന്നത് ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച്മെന്റിലൂടെ പോകുന്നൊരു കാര്യമാണ്. ഹോളിസ്റ്റിക് വ്യൂവിലാണ് ഇത് കാണുന്നത്. ശരീരം, മനസ്സ്, ആത്മാവ്, അതിന്റെ ഒരു ഘടന ആ ഫിലോസഫിയിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെയാണ് എനിക്ക് ഹോമിയോപ്പതി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതായത് ട്രീറ്റ് ദ പേഴ്സൺ നോട്ട് ദ ഡിസീസ് എന്നാണ്. രോഗത്തെ അല്ല, പേഴ്സണിനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ആ ട്രീറ്റ് ചെയ്യുമ്പോൾ അതിൽ ശരീരം വരും, മനസ്സ് വരും, ആത്മാവ് വരും. മനസ്സിലെ പ്രശ്നങ്ങളായിരിക്കാം ചിലപ്പോൾ രോഗമായി മാറുന്നത്. അപ്പൊ അതൊരു ഫിലോസഫിക്കൽ ടച്ചായിട്ട് ഒരു ഫിലോസഫിക്കൽ സമീപനം എനിക്കതിൽ തോന്നിയിട്ടുണ്ട്, ഫിലോസഫിയും ഹോമിയോപ്പതിയോടെ കണക്ട് ചെയ്യുമ്പോൾ. അപ്പൊ അതിനുള്ള തെളിവുകൾ നമുക്ക് ഇപ്പൊ ഈ പറയുന്ന തെളിവുകൾ ഇപ്പൊ മാഡം തന്നെ പറഞ്ഞ അതൊരു തെളിവാണല്ലോ. അത് മാഡത്തെ ട്രീറ്റ് ചെയ്തു, ആ ട്രീറ്റ് ചെയ്തതിന്റെ ആ ഒരു അത്രയും കോൺഫിഡൻസോടുകൂടി പറയുന്നില്ലേ മാഡം ആണെങ്കിലും നമ്മളുടെ മുമ്പിൽ വരുന്ന ആളുകൾ. ഞാനൊരു ഹോമിയോപ്പതി ലവറാണ് കേട്ടോ, ഞാൻ ഡോക്ടറല്ല. എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ്. മനസ്സിലായി. നമുക്ക് സമയക്കുറവുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞോട്ടെ. ഞാൻ ചോദിച്ചത്, നമ്മള് ഫിലോസഫി സാറിന് പറയുന്ന കാര്യം ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അഗ്രി ചെയ്യാൻ പറ്റും. ഇപ്പൊ സ്നേഹം ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇല്ലെന്ന് ആരെങ്കിലും പറയോ?
സ്നേഹം ഉണ്ട് എന്നൊരു ജനറൽ സ്റ്റേറ്റ്മെന്റാ, അതെല്ലാവർക്കും അറിയാം സ്നേഹം ഉണ്ട്. പക്ഷെ നിങ്ങൾ സ്നേഹിക്കപ്പെട്ടിട്ടുണ്ടോ, നിങ്ങൾക്ക് ബോധ്യപ്പെട്ടോ എന്നുള്ളത് രണ്ടാമത്തെ ചോദ്യം. അത് പെർട്ടിക്കുലർ ആണ്. എക്സ്പീരിയൻസ് ചെയ്യുക, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളത്. You have to experience. That is a correct. You have to experience whether you have experienced a philosophical lesson properly in your life, and can you tell it as this a truth എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ ഫിലോസഫീനെ മനസ്സിലാക്കിയാലേ നിങ്ങൾക്കൊരു ഫിലോസഫിക്കൽ വിസ്ഡത്തിലേക്ക് വരാൻ പറ്റുള്ളൂ. ഫിലോസഫിക്കൽ നോളേജും ഫിലോസഫിക്കൽ വിസ്ഡവും ഡിഫറൻസ് ഉണ്ട്. ഞാൻ അതിലേക്ക് പോകാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. സയൻസും ഫിലോസഫിയും തമ്മിലുള്ള ഒരു വ്യത്യസ്തം എന്താണെന്നുള്ള ആദ്യമായിട്ട് സൂചിപ്പിച്ചിട്ട് അതിന്റെ ഒരു ഉദാഹരണം കൂടി പറഞ്ഞിട്ട് മാത്രമേ നമുക്ക് സമയം കിട്ടുള്ളൂ. അത്രയല്ലേ സമയമുള്ളൂ. സയൻസ് എന്ന് പറയുന്നത് വസ്തുക്കളെ അത് നിരീക്ഷിക്കാനും വസ്തുക്കളെ വിശകലനം ചെയ്യാനുള്ള ശ്രമമാണ്. വസ്തുക്കൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത്. ഇപ്പൊ ഞാൻ സാറിനെ കാണുന്നു, ഷാജു രാജൻ എന്ന് പറഞ്ഞത് നിങ്ങളെ കാണുന്നു ഞാൻ, അല്ലേ? സാറിന്റെ പേരെങ്ങനെയല്ലേ? അല്ലേ, രാജൻ. ഞാൻ ഷാലു രാജൻ ഇപ്പൊ റോഡിന്റെ മുകളിൽ നിന്ന് കാണുന്നു. നമ്മൾ തമ്മിൽ ഒരു പരിചയമില്ല. ഞാൻ നിങ്ങളെ കാണുന്നു, അല്ലേ? നിങ്ങൾ കാണുമ്പോൾ നമ്മൾ സാധാരണ സെൻസ് ഓർഗാൻസ് വെച്ചിട്ട് നമ്മളെ കണ്ണും സാധനവും കയറൊക്കെ വെച്ചിട്ട് നിങ്ങളെ കാണുന്നു. നിങ്ങളൊരു സംഭവം തലയിലുണ്ടാവും, നിങ്ങളെ ഞാൻ കാണുന്നു. ഇതിനാണ് നമ്മൾ സാധാരണയായിട്ട് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. കാണുന്നു, നിങ്ങളെ ഞാൻ കാണുന്നു. പക്ഷെ ഈ ഷാലു രാജൻ എന്ന് പറയുന്നത് എന്താണ് എന്ന് ഞാൻ റീകോഗ്നൈസ് ചെയ്യാത്തിടത്തോളം എനിക്ക് വെറും ഒരു വ്യക്തി മാത്രമാണ് നിങ്ങൾ. കോഗ്നിഷൻ ആൻഡ് റീകോഗ്നിഷൻ ആണ് ഫിലോസഫി പറയുന്നത്. നിങ്ങളൊരു കാര്യത്തെ ജസ്റ്റ് കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നതും അതിനെ റീകോഗ്നൈസ് ചെയ്യുന്ന വ്യത്യാസമുണ്ട്. ഞാൻ പറയുന്നത് ക്ലിയർ അല്ലേ? ഓഡിബിൾ അല്ലേ? എന്താണെന്നറിയോ, നമ്മൾ ഈ കോളേജ് പഠിപ്പിച്ച ശീലം കൊണ്ട് എനിക്ക് ഈ വെബിനാർ ഭയങ്കര കാരണം നേരിട്ട് ഇന്ററാക്ട് എന്റെ ബ്യൂട്ടി കിട്ടൂല അതിനൊരിക്കലും. എന്താ ആട്ടെ. അപ്പോ ഞാൻ പറഞ്ഞത് ഇതാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന പോയിന്റ്, കോഗ്നിഷൻ ആൻഡ് റീകോഗ്നിഷൻ. സയൻസ് ഫോക്കസ് ചെയ്യുന്നത് പെർസെപ്ഷനിലാണ്. ഒരു ബോഡീനെ ഫോക്കസ് ചെയ്യുന്നു. ഒരു ഡോക്ടർ മുമ്പിൽ ഒരാൾ എത്തിക്കഴിഞ്ഞാൽ അയാൾ ബോഡി കാണുന്നു. ഓക്കെ, ആ ബോഡിയാണ് അയാൾ ഫോക്കസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഫിസിക്സിന്റെ അവാന്തര വിഭാഗങ്ങളായിട്ടാണല്ലോ എല്ലാ ശാസ്ത്രങ്ങളും വരുന്നത്. ഫിസിസ്റ്റ് ഒരു കാര്യത്തിൽ വസ്തുവിനെ അയാൾ അനലൈസ് ചെയ്യാണ് ചെയ്യുന്നത്, റൈറ്റ്? പക്ഷെ അനലൈസ് ചെയ്യുന്നതും തിരിച്ചറിയുന്ന വ്യത്യാസമുണ്ട്. ഞാൻ ഉദാഹരണത്തിലേക്ക് വരാം. ഇപ്പം നിങ്ങളൊരു കാര്യത്തെ കാണുന്നു എന്ന് പറയുന്ന പ്രോസസ്സും അതിനെ അനലൈസ് ചെയ്യുക എന്ന് പറയുന്ന പ്രോസസ്സും. ഫോർ എക്സാമ്പിൾ ഒരു ബോഡി കിടത്തുന്നു, അതിൽ ഇതിങ്ങനെയാണ്, എന്താണ് അതിന്റെ ബോഡി ഇങ്ങനെയാണ്, ഇതാണ് അതിന്റെ ഹൃദയം ഇങ്ങനെയാണ്, മറ്റു കാര്യങ്ങൾ ഇങ്ങനെയാണ് എന്ന് നമ്മളൊരു ഫിസിയോളജിയിൽ കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ ആ ഫിസിയോളജിക്കൽ നോളജ് എന്ന് പറയുന്നത് ഫിലോസഫിന്റെ ഭാഷയിൽ പറഞ്ഞ ഒരു ഒബ്ജക്റ്റീവ് നോളജ്. ഒബ്ജക്റ്റീവ് നോളജ് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്, ഒബ്ജക്റ്റീവ് നോളജാണ്. പക്ഷേ ഒരു ഫിലോസഫിക്കൽ നോളജ് എന്ന് പറയുന്ന ഒരു വസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനമല്ല. അത് ശ്രദ്ധിച്ചു വേണം. ഇതാണ് ഞാൻ ഇന്ന് പറയാൻ, കാരണം നമുക്ക് സമയം വളരെ കുറവാണല്ലോ. അതുകൊണ്ടാണ് വസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനമല്ലത്, അത് ആ വസ്തുവിനെ തിരിച്ചറിയുന്ന ഒരു പ്രോസസ്സാണ്, റിക്കഗ്നേഷൻ ആണ്. ഇപ്പം റിക്കഗ്നേഷൻ നമ്മൾ ഫിലോസഫിയിൽ, ഇന്ത്യൻ ഫിലോസഫിയിൽ പൊതുവെ പ്രതിഭിജ്ഞ എന്നാണ് പറയുക. പ്രതിഭിജ്ഞ. ഈ പ്രതിഭിജ്ഞ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു കാര്യം അറിയാം, പക്ഷെ നിങ്ങൾ അത് മറന്നുപോയി. ഈ പ്രതിഭിജ്ഞ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ ഫിലോസഫിയിൽ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയൊരു ഗ്രേറ്റ് ടെസ്റ്റാണ് കാളിദാസന്റെ അഭിജ്ഞാന ശാകുന്തളം എന്ന് പറയുന്നത്. ഈ ശാകുന്തളത്തിന്റെ കഥ എല്ലാവർക്കും അറിയാലോ. ഈ മോതിരം കണ്ടപ്പോ ആണല്ലോ മറ്റേ കക്ഷിക്ക് മറ്റേ ലേഡീനെ ഓർമ്മ വന്നത്. അതാണ് അഭിജ്ഞാനം. അഭിജ്ഞാനം പ്രതിഭിജ്ഞ. മറന്നുപോയതിന് നിങ്ങൾ തിരിച്ചു മനസ്സിലാക്കുന്നു, അതിന്റെ മൂല്യത്തിലേക്ക് വരുന്നു. അപ്പൊ ഫിലോസഫി എന്ന് പറയുന്നത് ഒരു കാര്യത്തെ നേരിട്ട് ഉൾക്കൊള്ളുകയല്ല ചെയ്യുന്നത്, അതിനെ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കാനുള്ള ശ്രമമാണത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ വ്യാഖ്യാനിക്കുന്നതിനനുസരിച്ചിട്ടാണ് നിങ്ങളുടെ ബോധം രൂപം കൊള്ളുന്നതാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഞാൻ പറയുന്നത് വ്യക്തമാണെന്ന് വിചാരിക്കുന്നു, ശരിയല്ലേ? അതായത് നിങ്ങൾ കാണുന്നു എന്നുള്ളത് വലിയ പ്രസക്തിയൊന്നുമില്ല, നിങ്ങൾ വ്യാഖ്യാനിക്കുന്നു എന്നുള്ളതാണ് പ്രസക്തി, റൈറ്റ്? ഇപ്പൊ ഫോർ എക്സാമ്പിൾ, നിങ്ങളെ ഭാര്യ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വെറും സ്ത്രീ മാത്രമാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളമാണ് ഭാര്യ. എന്റെ അച്ഛൻ എന്ന് പറയുന്നത് എനിക്ക് മാത്രമാണ് അച്ഛൻ, മറ്റുള്ളവർക്ക് സാധാരണ കൃഷ്ണൻകുട്ടിയോ രാമൻകുട്ടിയോ ആണ്. അപ്പോ ഒരു സമയത്തിലും സന്ദർഭത്തിലും കാലത്തിലും ഒരു കാര്യത്തെ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കുകയാണ് മനുഷ്യൻ ചെയ്യുന്നത്. അതുകൊണ്ട് വ്യാഖ്യാനത്തിലാണ് ഫിലോസഫി പ്രാധാന്യം കൊടുക്കുന്നത്. അതായത് നമ്മളതിന്റെ ഹെർമനൂട്ടിക്കൽ സർക്കിൾ എന്നൊക്കെയാണ് ഫിലോസഫി പറയുന്നത്. ടെക്നിക്കൽ ടേംസിലേക്ക് ഞാൻ പോകുന്നില്ല. വ്യാഖ്യാനിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിനെ എങ്ങനെ ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇനി അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാവും. ഒന്ന് സയൻസ് കോഗ്നിഷൻ, ഫിലോസഫി റീകോഗ്നിഷൻ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ? Up to at least a certain extent we can disagree each other and one another. പക്ഷെ ഞാൻ പറയുന്നത് സയൻസ് ചെയ്യുന്നത് ഒരു കാര്യത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു,
ഫിലോസഫി ഒരു കാര്യത്തെ തിരിച്ചറിയാൻ ശ്രമിക്കുന്നു. എന്നൊരു ഉദാഹരണം പറയാം. നമ്മള് ഫിലോസഫിയിൽ തന്നെ, ഫിലോസഫി ഒന്നും പറയണ്ട, നമ്മൾ ഇന്ത്യക്കാരാണല്ലോ പൊതുവെ എല്ലാവരും, അല്ല എല്ലാവരും ഇന്ത്യക്കാരാണല്ലോ. ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഏതാന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും വേദങ്ങളാന്ന് പറയും. ശരിയല്ലേ? അല്ലേ? അല്ലേ? അല്ല, ജാതി മത ഭേദമന്യേ എല്ലാ ഇന്ത്യക്കാരും പറയും 4 വേദങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതെന്തോ വലിയ സംഭവമാണ് എന്നുണ്ട്. ഇതിലെല്ലാവരും അതെ വേദങ്ങൾ എന്ന് പറയും. എന്നിട്ട് പറയും വേദത്തിന്റെ ആളാരാന്ന് ചോദിച്ചാൽ വേദവ്യാസനാന്ന് പറയും. അല്ലെ? ശരിയല്ലേ? അതെ അല്ലേ മേഡം, ഞാൻ പറയുന്നത് ശരിയല്ലേ? അതെ ഞാൻ ആരെങ്കിലും ഒന്ന് എന്നോട് ശരിയാണ്. ഞാൻ കാണുന്ന ഷൈല മേഡം, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ഐ തിങ്ക് ദാറ്റ് യു ആർ എ ഹിന്ദു. ഓക്കെ, അതെ അതെ. ഞാൻ ജാതി മതം ചോദിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല. ഞാൻ തമാശ ആസ്വദിക്കുന്ന അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്. നമ്മൾ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ടെക്സ്റ്റ് ഏതാ? വേദങ്ങൾ ആണല്ലോ. ഇനി മാറ്റി പറയരുതേ. വേദങ്ങൾ ഡിവൈഡ് ചെയ്ത മനുഷ്യനാണ് വേദവ്യാസൻ, അല്ലേ? അതെ. വ്യാസൻ എന്ന് പറഞ്ഞാൽ അതിന്റെ തന്നെ ഡിവിഷൻ എന്നാണ്. വ്യസിക്കുക എന്ന് പറഞ്ഞാൽ തിരിക്കുക എന്നാ. വേദം എന്ന് പറഞ്ഞാൽ അതിന്റെ അകത്ത് നോളജിനെ 4ആയിട്ട് തിരിക്കുകയാണ് വ്യാസം ചെയ്തത്. അതുകൊണ്ടാണ് വേദത്തിന് വ്യസിച്ചവൻ എന്നുള്ള വേദവ്യാസം എന്നുള്ള പേര് വന്നത്. ഞാനത് പറയാൻ കാരണം, വേദം ഇന്ത്യന്റെ അടിസ്ഥാനമാണ്. വേദം നമ്മുടെ നമ്മുടെ സംസ്കൃതിയുടെ കൾച്ചറിന്റെ അടിസ്ഥാനം എന്നൊക്കെ എല്ലാവരും പറയും. പ്രധാനമന്ത്രി മുതൽ തുടങ്ങിയിട്ട് ഇവിടെയുള്ള റോഡിന് മുകളിൽ നിൽക്കുന്ന ആൾക്കാർ അവർ പറയും വേദ അടിസ്ഥാനമാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ വേദത്തിന് എന്ത് പ്രാധാന്യം ഉണ്ടെന്നാണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്? ഞാൻ ശൈലമാടത്തോട് ചോദിക്കട്ടെ, നമ്മൾ അമ്പലത്തിൽ പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ ദേവനെ ഭജിക്കുന്നു, ഇതൊക്കെ തന്നെയാണല്ലോ അമ്പലത്തിലൊക്കെ പോകുന്നേ, അല്ലേ? ആണല്ലോ. അതില് വേദങ്ങളാണല്ലോ ഇതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്, ആണല്ലോ. ഈ വേദത്തിന്റെ പ്രാധാന്യം എന്താ? നിങ്ങൾ അതിന് എങ്ങനെയാ മേഡം വേദം കണ്ടിട്ടുണ്ടോ? വായിച്ചിട്ടില്ല. വേണ്ട, യു ഡോണ്ട് ഹാവ് ടു റെഡ് ഇറ്റ്. ഞാൻ പറഞ്ഞത് വായിക്കണ്ട. നിങ്ങൾ വേദം കണ്ടിട്ടുണ്ടല്ലോ. നിങ്ങൾ വായിച്ചു എന്ന് പറഞ്ഞാൽ അതിൽ വലിയ വിശേഷമൊന്നുമില്ല. എന്താണെന്നറിയോ? നിങ്ങൾ ആ പുസ്തകം എടുത്ത് ആദ്യം മുതൽ അവസാനം വരെ വായിച്ചാൽ നിങ്ങൾക്ക് തുമ്പും വാലും മനസ്സിലാവില്ലേ ഇത്? ശരിയല്ലേ? ആണല്ലോ. ഞാനിപ്പോ എത്രയോ കാലം ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു. അതായത് സംഭവം എന്ന് വെച്ചാൽ കുട്ടികളാണെങ്കിലും മറ്റുള്ള ടീച്ചേഴ്സ് ആണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും എന്നാ പിന്നെ വേദം വായിച്ചു തുടങ്ങി, ഇതെന്ത് ഭയങ്കര കാര്യമെന്ന് ആൾക്കാർ പറയുന്നുണ്ട് എന്ന് വെച്ചിട്ട് നമ്മൾ വേദം അങ്ങ് വായിക്കാൻ തുടങ്ങുന്നു. അഗ്നി പുരോഹിതം HS ദേവഹോദാരം എന്നിട്ട് ആദ്യത്തെ മന്ത്രം തുടങ്ങുന്നു. അതിന്റെ അടിയിൽ നമ്മൾ സംസ്കൃതത്തിന്റെ വ്യാഖ്യാനം വായിക്കുന്നു. അഗ്നിയാണ് പുരോഹിതൻ, അഗ്നിയാണ് മുമ്പിലുള്ള ആള്, അഗ്നി എങ്ങനെയാണ്, അഗ്നി അങ്ങനെയാണെന്ന് എഴുതി വെച്ചിരിക്കുന്നു. ടീച്ചർ മേഡത്തിന് എന്താ മനസ്സിലായത്? എന്താ ബോധ്യപ്പെട്ടത്? ഞാൻ ചോദിക്കുന്നത്, നമ്മൾ ആദ്യം പറഞ്ഞ പോയിന്റിലേക്ക് തിരിച്ചു വരും. ഈസ് ഇറ്റ് യൂസ്ഫുൾ ടു യുവർ റിയൽ ലൈഫ് ഓർ നോട്ട്? നോട്ട് യൂസ്ഫുൾ. മേഡം സത്യം പറഞ്ഞു. നിങ്ങൾ അല്ല, നിങ്ങൾ പറയുന്നത് നിങ്ങൾ അല്ല. എനിക്കിതൊക്കെ ഞാൻ എത്ര എന്റെ ലൈഫിൽ തന്നെ അനുഭവിച്ച മനുഷ്യനാ. ഞാനൊരു എങ്ങനെ യൂസ്ഫുൾ ആണ്. നമ്മൾക്ക് സംസ്കാരം ഉണ്ടാകുന്നത് ഈ വേദങ്ങൾ കാരണമാണ്. അല്ല മേഡം, അല്ല നമുക്ക് സംസ്കാരം ഉണ്ടാവും. ഇപ്പൊ വേദം പഠിക്കണ നിർബന്ധമൊന്നുമില്ല. വേദം ഇല്ലാത്ത ആൾക്കാർക്ക് സംസ്കാരം ഇല്ലേ? നമ്മള് കൂടുതലും നമ്മുടെ കുടുംബത്തിലുള്ള നമ്മൾ കാണാൻ തുടങ്ങുന്ന ആൾക്കാരെ നമ്മൾ കൂടുതൽ പഠിക്കുന്നത്. നമുക്ക് റിയാലിറ്റിയോടായിട്ടാണല്ലേ കണക്ട് ചെയ്യുന്നത്. ഇതെല്ലാം ഞാൻ പറഞ്ഞത്, ഞാൻ അതൊന്നുമല്ല, ഞാൻ തർക്കിക്കാനല്ല പറഞ്ഞത്. ഞാൻ ആദ്യം പറഞ്ഞൊരു പോയിന്റ്, നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് ഉപയോഗപ്പെട്ടു എന്ന് ബോധ്യപ്പെട്ടത് അത് പറയും. അതില് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ പൂർവികർ അനുവർത്തിച്ചു വന്ന കാര്യങ്ങൾ നമ്മൾ കണ്ട് നമ്മൾ പഠിക്കും. അല്ല ഞാൻ ചോദിക്കട്ടെ മേഡം, കാര്യങ്ങളായിരിക്കും. അല്ല എന്റെ ചോദ്യം വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ ചെറുപ്പത്തിൽ 5 വയസ്സ് പനി വരുമ്പോൾ പാരാസെറ്റമോൾ എടുത്ത് മോളെ ഇത് വിഴുങ്ങിക്കോ പനി പോകുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ വാല്യൂ ബോധ്യപ്പെട്ടിട്ടുണ്ടല്ലോ. അല്ല ഇനി പാരസെറ്റമോൾ ഞാൻ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ ഹോമിയോപ്പതിക്കാരോട് ദേഷ്യം വരണ്ട. അല്ല നിങ്ങൾ ഏതെങ്കിലും മരുന്ന് വെച്ചാൽ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇല്ലേ? അതുപോലെ വേദത്തിലെ ഏതെങ്കിലും ഒരു മന്ത്രം കൊണ്ട് എന്ത് ഉപയോഗമാണ് നിങ്ങളെ ജീവിതത്തിൽ കിട്ടിയിട്ട് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടെന്നാണ് ഞാൻ ചോദിച്ചിരിക്കുന്നത്. ഈ വ്യാസം വലിയാളാ നിങ്ങൾ പറയുന്നതിന്റെ അടിസ്ഥാനം എന്താണെന്ന് ഞാൻ ചോദിക്കുന്നത്. അതായത് അല്ല ഒരു മിനിറ്റ് എന്റെ ചോദ്യം മനസ്സിലായി മേഡം? മനസ്സിലായി. ഇപ്പൊ ഹാനിമാൻ വലിയ ആളാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുന്നത്, ഞാൻ സമ്മതിക്കുന്നതും ഹാനിമാൻ ചെയ്ത കാര്യത്തിന്റെ ഗുണം കൊണ്ടാണ് എന്റെ ഭാര്യ എന്റെ കാലിന്റെ വേദന ലാലു സാറ് മാറ്റിയത്. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് തമാശ കളിയിൽ ഗംഭീര സംഭവം എനിക്ക് മനസ്സിലായി. സത്യം പറയാണ്.
ലാലു ഡോക്ടറാണ് എന്റെ ഭാര്യന്റെ കാലിലൊരു അസുഖ ചികിത്സ കുറെ മാറ്റിയത്. അപ്പൊ ഹാനിമാന്റെ ഗ്രേറ്റ്നസ് എനിക്ക് മനസ്സിലാകുന്നത് എങ്ങനെയാ? ഹാനിമാന്റെ നോളജ് എന്റെ ഡേ ടു ഡേ ലൈഫിൽ എനിക്ക് യൂസ്ഫുൾ ആയിട്ട് എനിക്ക് ബോധ്യപ്പെട്ടുകൊണ്ടാ അല്ലേ? ഇനി ആണല്ലോ, ഇനി ദിനേശ് വല്യാതി കുഴമ്പ് എന്ന് പറയുന്നത് മറ്റേ വാദത്തിന് നല്ലതെന്ന് എനിക്ക് മനസ്സിലാകുന്നത് എന്റെ മേത്ത് വരട്ടി ചൂടുവെള്ളം കൊണ്ട് കുളിച്ചപ്പോഴല്ലേ എനിക്ക് ചരകന്റെ ഗുണം മനസ്സിലാകുന്നേ. അല്ലാണ്ട് ചരകം ഗംഭീര എന്ന് പറഞ്ഞാൽ ചരകം ഗംഭീരാകുമോ? ഒരാൾ ഗംഭീരാണെന്ന് പറയണമെങ്കിൽ നിങ്ങൾക്കത് നിങ്ങളുടെ ജീവിതത്തിൽ ബോധ്യപ്പെടണം. അതാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ നമ്മൾ ഗംഭീരം എന്ന് പറയുന്ന വേദം എന്ന് പറയുന്ന ഒരു ഫിലോസഫിക്കൽ ടെക്സ്റ്റിന്റെ എന്തെങ്കിലും ഉപയോഗം നിങ്ങൾക്ക് കിട്ടിയതായിട്ട് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവില്ല. അതിന് നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നുണ പറയുന്നേ ഉള്ളൂ. ബോധ്യപ്പെട്ടിട്ടില്ല ഞാൻ പറയും, ഐ വുഡ് സേ. കാരണം അത് ബോധ്യപ്പെടണമെങ്കിൽ ഈ മന്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ്, അത് എങ്ങനെയാണ് ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് എന്ന് ബോധ്യപ്പെട്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു കാര്യം ഞാൻ പറയാം. ഇത് ഈ പഞ്ചസാരയെ കുറിച്ച് പറയും പോലെയാണ്. പഞ്ചസാര എന്താണെന്ന് അറിയണമെങ്കിൽ നാക്കിൽ വെക്കണം. പറഞ്ഞ പോലെ ഞാൻ ആദ്യം ഒരു കാര്യം പറയുന്നുണ്ട്. എന്താണ്, നമ്മൾ അങ്ങോട്ട് യാത്രയിലാണെന്ന് പറഞ്ഞു. അപ്പൊ ഈ യാത്ര ആയതുകൊണ്ട് ഇത്തരത്തിലുള്ള വാക്കുകളും ചിന്തകളും വരുന്നത്. യഥാർത്ഥത്തില് ഇത് അനുഭവമാണ്. അനുഭവം എന്ന് പറയുമ്പോ ഇപ്പോ എനിക്കുണ്ടായ ഒരു പ്രോബ്ലം, എന്താണ് അതിന് കാരണം എന്ന് ഞാൻ തിരിച്ചറിയുന്നത് ഫിലോസഫി ബേസിലാണ്. മനസ്സിലായില്ലേ? ഇപ്പൊ ഞാൻ ശബരിമല പോയി തള്ളാത്തതിന്റെ കാര്യം എന്താണ്? എനിക്കറിയാം തത്വമസിയാണെന്ന്. അപ്പൊ ഞാൻ അവിടെ തള്ളാൻ പോകാറില്ല. ഇത് മനസ്സിലാവാത്തോടത്തോളം കാലം തള്ളാൻ പോകും, പൊയ്ക്കോട്ടെ. അത് നമ്മൾ ആരും എന്ത് പറയും? കുട്ടികളെ തടയുന്ന യേശുക്രിസ്തു ബൈബിളിൽ പറയും. അപ്പൊ ഇത് നമ്മൾ ആരും സംസാരിച്ചുകൊണ്ട് എങ്ങും എത്തൂല. കാരണം എന്താണ്? പഞ്ചസാര നാക്കിൽ വെച്ചാൽ മാത്രമേ അറിയൂ. അത്രേ ഉള്ളൂ. അല്ലല്ല, ഞാൻ പക്ഷെ പറഞ്ഞ കാര്യം അതല്ല. ഞാൻ പറഞ്ഞത് നമ്മൾ പറയുന്ന വേദങ്ങൾ എന്ന് പറയുന്നതില് വേദങ്ങൾ മൊത്തം മന്ത്രങ്ങളാണ്. ഈ മന്ത്രങ്ങൾ എന്ന് പറയുന്നതിന് ഒരു യൂസ് ഉണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. അതെ, ഉണ്ട്, തീർച്ചയായിട്ടും. അല്ല പറയട്ടെ. അല്ല, അത് അങ്ങനെ പറഞ്ഞാൽ പോരല്ലോ, എനിക്കത് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ പറ്റണ്ടേ? അതാണ് ഞാനിപ്പോ പറഞ്ഞൊരു വാക്ക്. എന്താണ്, നമ്മുടെ ദൈനംദിന ജീവിതത്തിലുള്ള ഓരോ പ്രശ്നങ്ങൾ കാഴ്ചപ്പാട് രൂപീകരിക്കാൻ ഇപ്പൊ പറഞ്ഞ പോലെ, ഈ നേരത്തെ പറഞ്ഞ പോലെ അഹം ബ്രഹ്മാസ്മി, നീ കണ്ട ശരീരമല്ല പരമമായ ആത്മാവെന്ന് ബോധമുള്ള ആത്മഹത്യ ചെയ്യാൻ പോകില്ല. അവൻ അടിയാൻ പോകില്ല, അവൻ വിലോകത്തിന് പോകില്ല. ഞാൻ അത് മനസ്സിലായി. ഞാൻ ഐ അഗ്രി വിത്ത് അപ് ടു എ ഗ്രേറ്റ് എക്സ്റ്റെന്റ്. ഞാൻ പറഞ്ഞ പോയിന്റ് അതല്ല. ഞാൻ പറഞ്ഞത് നമ്മൾക്കിപ്പോ ഹാനിമാൻ ടെക്സ്റ്റിലെ ഒരു കാര്യം, ഒരു പേജിലെ ഒരു കാര്യം ഇന്ന രീതിയിൽ യൂസ്ഫുൾ ആണെന്ന് മനസ്സിലാകുന്നത് പോലെ അത്ര സ്പെസിഫിക് ആയിട്ട് ഞാൻ പറയുന്നത്. വേദം എന്ന് പറയുന്നത് ജനറൽ ആയിട്ട് എന്തോ വലിയ സംഭവം എന്ന് പറയുന്നതിന് പകരം ഇതില് മന്ത്രം എന്ന് പറയുന്നത്, വേദങ്ങൾ എന്ന് പറയുന്ന മൊത്തം മന്ത്രങ്ങളാണ്. ഞാൻ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ഈ മന്ത്രങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളതിന്റെ 10 ഇരട്ടി അഗാധമായിട്ട് ഈ വിഷയത്തെ സ്നേഹിക്കാൻ പറ്റുമെന്നാണ് ഞാൻ പറയുന്നത്. തീർച്ചയായും. അല്ല, ഞാൻ പറഞ്ഞ ശരിയല്ലേ? കുങ്കുമത്തിന്റെ ഗന്ധം അറിയാതെ കുങ്കുമം ചുമക്കുമ്പോൾ ഗർദഭം എന്ന് പറയുമ്പോൾ സാറ് അല്ലെ, അതൊന്നും നിങ്ങൾ ഡോക്ടർമാരെ സാഹസം പറയാൻ പറ്റില്ല, പിള്ളേരോടല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞത്, നമുക്ക് സമയം കുറവാണല്ലോ സാർ, നിങ്ങൾ പത്ര ഷെഡ്യൂളായിട്ട് പറഞ്ഞാണല്ലോ എന്നോട്. അപ്പൊ ഞാൻ പറഞ്ഞത്, മേഡം, ഞാൻ അവരോട് മനോജ് സാറെ, അല്ല പിന്നെ ഷൈല മേഡം, ഷാരു രാജൻ സാർ, ഷജ്ന, ഇത്ര ആൾക്കാരെ ഞാൻ കാണുന്നുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞത്, വേദങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഗ്രേറ്റ് ആയ ഒരു ഫിലോസഫിക്കൽ ടെക്സ്റ്റ് ആയിട്ട് എടുക്കുന്നത്, പൊതുവെ ഫിലോസഫീനെ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെമ്പാട് 2 രീതിയിലാണ് കാണുന്നത്. ഫിലോസഫി ഈസ് എ നോൺസെൻസ് എന്നുള്ള രീതിയിൽ കാണുന്ന ആൾക്കാരുണ്ട്. ഫിലോസഫി ഗ്രേറ്റ് ആണെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെ 2 എക്സ്ട്രീം ഉണ്ട്. ഇതിന്റെ നടുക്ക് കിടക്കുന്ന ആൾക്കാരുണ്ട്. ഇതിൽ എന്തൊക്കെയോ ഉണ്ട്, ആർക്കും മനസ്സിലാകുന്നില്ല എന്ന് പറയുന്ന ആൾക്കാരുള്ള സാമാന്യങ്ങളാണ്. ഫിലോസഫി നോൺസെൻസ് ആണെന്ന് പറഞ്ഞ ഫിലോസഫേഴ്സ് തന്നെയുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ ഫിസിസ്റ്റുകളും ചില ഫിസിസ്റ്റുകൾ, ഗ്രേറ്റ് ഫിസിസ്റ്റ്, ഇപ്പോൾ ഐൻസ്റ്റീൻ അല്ലെങ്കിൽ നമ്മളെ EC ജോസഫ് സുദർശൻ തുടങ്ങി 1-2 ഫിസിസ്റ്റുകൾ വെച്ചാൽ ബാക്കി എല്ലാവരും ഫിലോസഫിനെ പരിഗണിക്കില്ല. അവർ ഫിലോസഫി ഫിസിക്സിന് എതിരാന്ന് പറയും. ഓക്കെ, പക്ഷേ ഞാൻ പറയണത് ഫിസിക്സും ഫിലോസഫിയും തമ്മിൽ ലിങ്ക് ചെയ്യുന്ന മേഖല കാണിക്കാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഫിസിക്സ് എങ്ങനെയാണോ യൂസ്ഫുൾ ആവുന്നത് അതേ രീതിയിൽ തന്നെ ഫിലോസഫി യൂസ്ഫുൾ ആണ് എന്ന് പറയാൻ ഞാൻ ശ്രമിക്കുന്നത്. അതായത് ഫിലോസഫിക്കൽ വിസ്റ്റത്തിന് ഡേ ടു ഡേ ലൈഫിൽ യൂസ്ഫുൾ ആയ റോൾ ഉണ്ടെന്ന് പറയാൻ ഞാൻ ശ്രമിക്കുന്നത്. ഫിലോസഫി എന്ന് പറയുന്നത് എന്തോ വലിയ സബ്ജക്റ്റ് ആണെന്ന് വെറുതെ പറയാൻ മാത്രമല്ല, അത് ഇന്ന രീതിയിൽ യൂസ്ഫുൾ ആണ് എന്ന് ബോധ്യപ്പെടുത്തേണ്ട ശ്രമമാണ് ഞാൻ നടത്തുന്നത്. അപ്പൊ നമുക്കൊരു പോയിന്റിലേക്ക്, കൃത്യമായ എക്സാമ്പിളിലേക്ക് വരാം. ഇപ്പം ഞാൻ മേഡത്തോട് ഷൈല മേഡത്തോട് ഉദാഹരണം പറയാം. നമ്മളിപ്പോ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരുപാട് പുഷ്പാഞ്ജലി എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടാവും, ഇല്ലേ ഷൈല മേഡം? ശരിയല്ലേ? ശരിയാണ്. ആയി സൂക്ത പുഷ്പാഞ്ജലി, മറ്റേ
കറക്റ്റ് ഭാഗ്യസൂക്ത, കറക്റ്റ് മാഡത്തിന് അറിയാം, മാഡം കുറെ ചെയ്തിട്ടുണ്ട്. ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, പിന്നെ ഐക്യമത്യ സൂക്ത പുഷ്പാഞ്ജലി കണ്ടിട്ടുണ്ടോ? ഉണ്ട്. കണ്ടിട്ടുണ്ടല്ലോ, ഉണ്ടല്ലോ മാഡം, അത് കണ്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് ഇല്ലേ? ഉണ്ട്. വേണമെങ്കിൽ ചിലപ്പോ ആരെങ്കിലും പറഞ്ഞാൽ ചെയ്തിട്ടും ഉണ്ടാവും. ചെയ്തിട്ടുണ്ടോ ഇതുവരെ? അത് റെസിപ്റ്റ് ഒക്കെ എഴുതിയ ആൾക്കാർക്ക് കൊടുക്കാറുണ്ട്. എങ്ങനെ? അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അവിടെ ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്നതും ആൾക്കാർ വന്ന് റെസിപ്റ്റ് എഴുതുന്നതും ഒക്കെ കാണാറുണ്ട്. അല്ല, ഞാൻ അത് ഐ എം കമ്മിങ് ടു ദാറ്റ് പോയിന്റ്. കാണാറുണ്ടല്ലോ. ഈ ഐക്യമത്യ സൂക്ത പുഷ്പാഞ്ജലി എന്ന് പറയുന്നത് എന്താ സംഭവം? ഇത് എന്തിനാ ഉപയോഗിക്കുന്നത്? ഇതെങ്ങനെയാ ചെയ്യുന്നത്? ഇതെങ്ങനെയാ നമ്മളെ എഫക്ട് ചെയ്യുന്നത്? ഒരു മിനിറ്റ്, ഞാൻ അതിലേക്കാണ് വരുന്നത്. ഞാൻ അതിനുശേഷം സംസാരിക്കാം. ഞാൻ പറഞ്ഞത്, ഈ ഐക്യമത്യ സൂക്ത പുഷ്പാഞ്ജലി എന്ന് പറയുന്ന ക്രിയ കുറച്ച് വലിയ വിശാലമായ ഒരു കാര്യമാണ് നമ്മൾ ചുരുക്കി പറയുന്നത്. ഐക്യമത്യ സൂക്ത പുഷ്പാഞ്ജലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദത്തിൽ ഉള്ള, ഋഗ്വേദത്തിലുള്ള ഒരു മന്ത്രമാണ് ഐക്യമത്യ സൂക്തം എന്ന് പറയുന്ന മന്ത്രം. സംസമിദ്ദിവസേ വിഷന്നഗ്നേ വിശ്വനേരാൻ ഇളസ്പദേ സമിദ്ദസേ സനോപശൂന്യാപരാൻ സംഗച്ഛത്വം സമ്പദത്വം, ഇങ്ങനെ തുടങ്ങുന്ന മന്ത്രമാണ്. ഒരു 5-6 ലൈനേ ഉള്ളൂ. ഈ ഓരോ മന്ത്രത്തിനും ഓരോ പർപ്പസ് ഉണ്ട്. ഒരു പർപ്പസ്, അതായത് നമ്മൾ ഫിലോസഫിന് പക്ഷെ പ്രയോജനമുണ്ട്. ഒരു മന്ത്രവും നിഷ്പ്രയോജനമായിട്ടുള്ളതല്ല. ഇപ്പൊ നമ്മൾ സാധാരണ എഴുതി വെച്ചിരിക്കുന്ന ഓം നമോ നാരായണായ, ഓം നമഃ ശിവായ എന്നൊക്കെ പറയുന്ന മന്ത്രങ്ങൾക്ക് ഒരു പർപ്പസ് ഉണ്ട്. ഞാനത് ഇന്നലെ ആരോടെ സംസാരിച്ചത് എനിക്ക് ലാലു ഡോക്ടർ ആണെന്ന് എനിക്ക് മറന്നുപോയി. നമ്മൾ ഒരുപാട് എന്താണ് ശാഖാചംക്രമണം വരണാഴ്ച ഞാൻ ചുരുക്കി പറയാം. സമയം ആയോ? ഞാൻ വാച്ച് കാണില്ല. സമയമുണ്ട്. അതെയോ? സമയമുണ്ടോ? അതെ, സമയം ഒരു മിനിറ്റ്. 15-20 സാർ, കുഴപ്പമില്ല. അല്ല, ഞാൻ ചോദിച്ചത്, ഞാൻ പറഞ്ഞത്, അപ്പൊ ഈ ഐക്യമത്യ സൂക്ത പുഷ്പാഞ്ജലി എന്ന് ഐക്യമത്യ സൂക്തം എന്ന് പറഞ്ഞ വേദത്തിലെ ഒരു മന്ത്രമാണ്. ഈ മന്ത്രം കൊണ്ടുള്ള ഉപയോഗം എന്താന്നുള്ള ചോദ്യമുണ്ട്. പക്ഷെ വേദത്തിലെ ഒരു ദോഷം എന്താന്ന് ചോദിച്ചാൽ മന്ത്രം പറഞ്ഞു എന്നല്ലാതെ ഇത് എന്തിനാന്ന് പറഞ്ഞിട്ടില്ല. സൗമ്യമരത്തിന്, ശൈലമരത്തിന് കാര്യം മനസ്സിലായോ? നിങ്ങൾ ഋഗ്വേദം എടുത്ത് വായിക്കുകയാണെങ്കിൽ ഋഗ്വേദത്തിലെ ഇത്രാം അനുഭാഗത്തിൽ, ഇത്രാം കാണ്ഡത്തിലെ ഇത്ര മന്ത്രമാണ് ഈ പറയുന്ന രീതിയിലുള്ള ഐക്യമത്യ സൂക്ത മന്ത്രം. ശരിക്കും ഈ ഐക്യമത്യ സൂക്ത മന്ത്രം എന്തിനാന്ന് അറിയുന്നത് ഈ മേഖലയില് താന്ത്രികന്മാരോ അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഈ ജ്യോത്സ്യന്മാരെന്നൊക്കെ പറയുന്ന ആൾക്കും അറിയാതെ വളരെ അപൂർവം ആൾക്കാർക്ക് മാത്രമേ ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, എന്താണ് ഇതിന്റെ ഉപയോഗം എന്ന് മനസ്സിലാവുള്ളൂ. ഐക്യമത്യ സൂക്തം, സമയക്കുറവുകൊണ്ട് ഞാൻ ചുരുക്കി പറയാം, ഐക്യമത്യ സൂക്തം ഉപയോഗിക്കുന്നത് എവിടെയാണോ വ്യക്തികൾ തമ്മിൽ ഐക്യമില്ലാത്തത് ആ സ്ഥലത്ത് ഈ സൂക്തം ഉരുവിട്ട് കഴിഞ്ഞാൽ ഈ മന്ത്രത്തിന്റെ ശക്തി കൊണ്ട് വ്യക്തികൾ തമ്മിലുള്ള അവരുടെ ഓറയിൽ ചേഞ്ച് വന്നിട്ട്, നമ്മൾ ഇന്ത്യൻ ഫിലോസഫി ഓറ എന്നല്ല പറയാ, നമ്മള് എന്താണ് പഞ്ചകോശം എന്ന് പറയും. മേഡം ഒക്കെ കേട്ടിട്ടുണ്ടോ? അത് ഓറയല്ല, നമ്മൾ ഇന്ത്യൻ ഫിലോസഫി പറയുന്ന പഞ്ചകോശങ്ങളാണ്. പഞ്ചകോശം കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ഈ മയാസം എന്നൊക്കെ പറയില്ലേ? ഏറെക്കുറെ വാദം പിത്തം കഫം എന്ന് പറയില്ലേ? അതുപോലെയാണല്ലോ നിങ്ങൾ ഈ മയാസ് എന്ന് പറയുന്നത്. ഏറെക്കുറെ അപ് ടു എ സർട്ടൻ, അല്ലേ? ശരിയല്ലേ? ഏറെക്കുറെ, ഞാൻ തർക്കിക്കാൻ പറയുന്നത് ഏറെക്കുറെ. അതുപോലെ പഞ്ചകോശം എന്ന് പറഞ്ഞാൽ അന്നമയ കോശം, പ്രാണമയ കോശം, മനോമയ കോശം, വിജ്ഞാനമയ കോശം, ആനന്ദമയ കോശം. ഇത് 5 ഷീറ്റ്സ് ആണ്. അത് നമ്മുടെ ഈ കാർബോഹൈഡ്രേറ്റ് ആണ് അന്നമയ കോശം. അന്നം വെച്ചാൽ അന്നം തന്നെ, കാർബോഹൈഡ്രേറ്റ്. അന്നമയ കോശം, പ്രാണമയ കോശം വെച്ചാൽ പ്രാണൻ, അതിന്റെ ഉള്ളിൽ കാണും പ്രാണൻ. മനോമയ കോശം എന്ന് പറഞ്ഞാൽ അതിന്റെയും പുറകിലുള്ളത് മനോമയ കോശം. വിജ്ഞാനമയ കോശം എന്ന് പറഞ്ഞാൽ നമ്മുടെ നോളജ് ആണ്, അതാണ് വിജ്ഞാനമയ കോശം. ആനന്ദമയ കോശം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവാണ്. ഇതാണ് മനുഷ്യന്റെ ഒരു സ്ട്രക്ചർ ആയിട്ട് ആയുർവേദവും ഇന്ത്യൻ ഫിലോസഫിയും പറയുന്നത്. അപ്പൊ ഈ കോശങ്ങൾക്ക് എന്തെങ്കിലും കേടുപാട് സംഭവിച്ചു കഴിഞ്ഞാൽ, ഉദാഹരണം പറയാം, ശരിക്കും ഡോക്ടർമാർ ചെയ്യുന്നത് ഈ അന്നമയ കോശത്തെ ചികിത്സിക്കുക. ബോഡിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു, അതിനാണ് നിങ്ങൾ പൊതുവെ നമ്മൾ അലോപ്പതിയിലാണെങ്കിലും ആയുർവേദത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഹോമിയോപ്പതിയിലാണെങ്കിലും നമ്മൾ ബോഡിക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നമ്മൾ ഒരാളെ കാണുന്നേ. മനസ്സിന് പ്രശ്നം വന്നാലും കാണും, അത് മനോരോഗ വിദഗ്ധനെ കാണുന്നത് ആണല്ലോ. അല്ല സാർ, ഒരു മിനിറ്റ്, നമ്മൾ മനോമയ കോശത്തെയാണ് കൺസിഡർ ചെയ്യുന്നത്. കേട്ടില്ല, എന്താ സാറേ? മനോമയ കോശമാണ് ഹോമിയോപ്പതിക്കാർ കൺസിഡർ ചെയ്യുന്നത്. ആയിക്കോട്ടെ, അതുകൊണ്ടാണ് മെഡിസിൻ മെന്റൽ സിംപ്റ്റംസ് എടുക്കുന്നത്. അല്ല, ആയിക്കോട്ടെ, അല്ലാന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ പറയുന്നത് ഹോമിയോപ്പതി കുറച്ചും കൂടി ഹോളിസ്റ്റിക് ആയതുകൊണ്ട് അലോപ്പതിനെ സംബന്ധിച്ചിടത്തോളം, കാരണം നമ്മൾ ഈ ഫിലോസഫി ഓഫ് മൈൻഡ് ഒരു വിഷയം പഠിപ്പിക്കാറുണ്ട് ഫിലോസഫിയിൽ. എന്താണ് മൈൻഡ് എന്നാണ് പഠിപ്പിക്കുന്നത്. അലോപ്പതിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മൈൻഡ് എന്ന് പറയുന്ന ഒരു എപ്പി ഫിനോമിന മാത്രമാണ്. മൈൻഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ബ്രെയിനിന്റെ ഒരു എപ്പി ഫിനോമിന. മൈൻഡ് എന്ന് പറയുന്നത് ഈ ബോഡിയിൽ നിന്ന് ഉണ്ടാവുന്ന, അല്ല റൈറ്റ്, എപ്പി ഫിനോമിന. അതേസമയം ഇന്ത്യൻ ഫിലോസഫിയിൽ കാണുന്ന ഒരു എപ്പി ഫിനോമിന അല്ലത്. മൈൻഡ് എന്ന് പറയുന്നത് കോൺഷ്യസ് ആകുന്ന ഈ പഞ്ചകോശങ്ങളൊന്ന മൈൻഡ്. അപ്പൊ ഈ മനസ്സിനോ പ്രാണനോ പിന്നെ വിജ്ഞാനത്തിനോ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് കണ്ണ് കാണുന്നില്ല. ഉദാഹരണം ഒരു കാര്യം പറയാം, പുറമെ നല്ല സുന്ദരന്മാരും സുന്ദരികളൊക്കെ ആയിട്ട് സോട്ടും കൂട്ടൊക്കെ ഇട്ട് നടക്കുന്ന ഒരുപാട് ആൾക്കാർ മനോരോഗികളാണ്. അത് നിങ്ങൾക്കും അറിയാം, ശരിയല്ലേ? ആണോ അല്ലയോ?
പുറമെ കണ്ട വല്ല കുഴപ്പമുണ്ടോ അവർക്ക്? ഒരു കുഴപ്പമില്ല. അതേസമയം പുറമെ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര അലമ്പായിട്ട് കള്ളും കുടിച്ച് നടക്കുന്ന ആൾക്കാരൊന്നും അങ്ങേയറ്റം മാനസികമായിട്ട് സന്തുഷ്ടമായിരിക്കും. ശരിയല്ലേ? അതെ. അപ്പൊ ഞാൻ പറയുന്നത് ഈ മനസ്സ് എന്ന് പറഞ്ഞാൽ എന്താന്നുള്ള വലിയ ചോദ്യമാണ്. ഇതിന് ഉത്തരം പറയാനാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലെ ഋഷിമാർ ശ്രമിച്ചത്. നമ്മൾ അതിലെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, ഞാൻ എന്റെ പോയിന്റിലേക്ക് വരാം. അപ്പൊ ഈ ഐക്യമത്യ സൂക്ത മന്ത്രം ചൊല്ലിക്കഴിഞ്ഞാൽ, ഇത് ചൊല്ലുന്നതോടുകൂടി അതിന്റെ പൂജ, ഹോമം, മറ്റു കാര്യങ്ങൾ നടത്തി കഴിഞ്ഞാൽ, ഇനി പൂജയോ ഹോമം നടത്തുന്നില്ല എന്ന് വിചാരിക്കാം, നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ, ഇങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ ഇത് ഇത്ര തവണ, ഒരു 108 തവണ അല്ലെങ്കിൽ 10 തവണ ഡെയിലി ചൊല്ലിയാൽ ഒരു 40 ദിവസം കൊണ്ട് ആ കുടുംബത്തിൽ, ആ വ്യക്തിക്ക് ആർക്ക് വേണ്ടിയിട്ടാണോ ചൊല്ലുന്നത് അവിടെ ശാന്തമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടും എന്നുള്ളതാണ് ഋഷിമാരുടെ കണ്ടുപിടുത്തം. ഇത് ചൊല്ലിയിട്ട് റിസൾട്ട് കിട്ടിയ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഞാൻ മേഡത്തിന് കാര്യം മനസ്സിലായി പറഞ്ഞത്? ഞാൻ പറയുന്ന കാര്യം മനസ്സിലാണ്ടോ? ഇപ്പൊ നിങ്ങള് ഇതിപ്പോ ഞാൻ പറഞ്ഞു തരുന്നതിന്റെ വേറെ രീതിയിലാണ്. നിങ്ങളിപ്പോ എന്ത് പ്രശ്നം ഉണ്ടായി, നമ്മൾ ആരും പുറമെ സമ്മതിക്കില്ലെങ്കിലും നമ്മളെ ജീവിതത്തിൽ പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നം വന്നു, നമ്മൾ നിരന്തര രോഗം ഉണ്ടായി, നമ്മൾ കുറെ ഡോക്ടറെ കാണിക്കും, അവിടെ കാണിക്കും, ഇവിടെ കാണിക്കും, കുറച്ച് മാറില്ല. അപ്പൊ നമ്മൾ പറയും പണ്ടാര് എന്തെങ്കിലും രോഗം വന്നുകൊണ്ടിരിക്കുന്നത്, ഇതൊന്നും മനസ്സിലാവുന്നില്ല. എന്നാ പിന്നെ നമ്മുടെ വീട്ടിലെ പിന്നെ ഭാര്യന്റെ അച്ഛനോ ആരെങ്കിലും പറയും നമുക്കൊരു കാര്യം ചെയ്യാം, നല്ല അപ്പുറത്തിരിക്കുന്ന പിന്നെ ശേഖരൻ ജോത്സ്യനൊന്ന് കാണിച്ചു കളയാം, വല്ല ദോഷമാണെങ്കിലും എന്ന് പറയും. നമ്മൾ ശേഖരൻ ജോത്സ്യനെ കാണിക്കുമ്പോൾ അയാൾ പറയും രാഹു ഇങ്ങനെയാണ്, കേതു ഇങ്ങനെയാണ്, ഇങ്ങനെയാണെന്നൊക്കെ പറയും. നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മളത് കുറച്ചൊക്കെ ചെയ്യും, എല്ലാവരും ചെയ്യും. ആരും ചെയ്യില്ല എന്ന് പറയണത് എനിക്കറിയത്, കുറച്ചൊക്കെ ചെയ്യും. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന പോയിന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് കുറച്ച് മരുന്നും കുറച്ച് മന്ത്രവും വേണമെന്ന് പറയുന്നത്. അല്ല, കറക്റ്റാണ്. ഈ മന്ത്രം എന്ന് പറഞ്ഞാൽ ഒബ്സലോട്ടായ കാര്യം വിചാരിക്കരുത്. മനനാത്രായതേ ഇത് മന്ത്ര. നിങ്ങൾ മനസ്സിനെ ത്രാണനം ചെയ്യാൻ സഹായിക്കുന്നതാണ് മന്ത്രം. നിങ്ങൾ മനസ്സ് നേരെ നിന്നാലേ ശരീരം നേരെ നിൽക്കുള്ളൂ. ശരീരം നേരെ നിന്നാൽ മനസ്സ് നേരെ നിൽക്കണമെന്നില്ല. മനസ്സ് നേരെ നിന്നാൽ ശരീരം വീക്കാണെങ്കിൽ ശരീരം നിലനിൽക്കും. ഇതാണ് എന്റെ ലൈന്. ഞാൻ പറഞ്ഞു കാര്യത്തിലേക്ക് വരാം. അപ്പൊ ഈ ഐക്യമത്യ സൂക്തം ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുടുംബത്തിൽ അന്തഃഛിദ്രങ്ങളോ പ്രശ്നങ്ങളോ, അപ്പം പൊതുവെ ഇത് റെക്കമെൻഡ് ചെയ്യുന്ന വെച്ചാൽ ഭാര്യ ഭർത്താക്കന്മാർക്കാണ് ഇത് റെക്കമെൻഡ് ചെയ്യുന്നത്. ഭാര്യയും ഭർത്താവും തമ്മിൽ അടിപിടിയാണല്ലോ കേരളത്തിൽ ഇപ്പൊ ഏറ്റവും സജീവമായ വിഷയം. അപ്പൊ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, ഇവർ നാൾപ്പൊരുത്തമോ മറ്റു കാര്യങ്ങളോ മാനസിക പൊരുത്തമോ ഒന്നും ഇല്ലെങ്കിൽ, ജ്യോതിഷവും ആയുർവേദവും ഇന്ത്യയിലെ ഏറ്റവും വലിയ ശാസ്ത്രങ്ങളൊന്നാണ് ജ്യോതിഷം. ഞാൻ ജ്യോതിഷത്തിലേക്ക് റെഫർ ചെയ്യുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ജ്യോതിഷത്തിന് വലിയ റോൾ ഇന്ത്യൻ ട്രഡീഷനിൽ, അത് വേദത്തിന്റെ ഒരു അംഗമാണ്. ജ്യോതിഷമാണ് ഇതിന്റെ നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നത്. ഇന്ന രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. അപ്പൊ നിങ്ങളുടെ ഭർത്താവുമായിട്ട് അടിപിടിയും പ്രശ്നം വന്നാൽ, അല്ല മോനുമായിട്ട് പ്രശ്നം വന്നാൽ, നമ്മൾ പോയിട്ട് ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ് കൗൺസിലിങ്ങിന് പോകും, അവിടെ പോകും, ഇവിടെ പോകും, കുറെ ഉപദേശം നൽകും, അങ്ങനെയാക്കും. അവസാനം ചിലപ്പം ക്ലിക്ക് ചെയ്തെന്ന് വരും, ചിലപ്പോൾ ക്ലിക്ക് ചെയ്തില്ല എന്ന് വരും. പഴയ രീതിയിലാണെങ്കിൽ ആൾക്കാർ പറയുന്നത് അവന്റെ നക്ഷത്രം ഇന്നാണ്, അവൻ രാക്ഷസഗണത്തിലാണ്, നിങ്ങൾ മനുഷ്യഗണത്തിലാണ്, അപ്പൊ നിങ്ങൾ തമ്മിൽ ചേർച്ചയില്ല, നിങ്ങൾ രാശി തമ്മിൽ ചേർച്ചയില്ല, നിങ്ങൾ തമ്മിൽ പൊരുത്തമില്ല. അതുകൊണ്ട് ഇതിന്റെ പരിഹാരം അനുഷ്ഠിക്കണം. പരിഹാരമായിട്ട് ഐക്യമത്യ സൂക്ത മന്ത്രം പോയിട്ട് നിങ്ങൾ ജപിക്കണം. ഇനി ജപിക്കാൻ അറിയില്ലെങ്കിൽ, നിങ്ങൾക്ക് സംസ്കൃതം അറിയില്ലെങ്കിൽ അമ്പലത്തിൽ പോയിട്ട് ഇതിന്റെ പുഷ്പാഞ്ജലി നടത്തിക്കണം. ഈ പുഷ്പാഞ്ജലി 20 ദിവസം തുടർച്ചയായിട്ട് നടത്തിക്കണം, അല്ലെ 10 ദിവസം തുടർച്ചയായിട്ട്. അപ്പൊ ഫലം കിട്ടും എന്ന് പറയുന്നു. ഇത് ഫലം കിട്ടുമല്ലോ എന്ന് പൂർണ്ണ വിശ്വാസത്തോടു കൂടി നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഫലം നിങ്ങൾക്ക് കിട്ടും. ഈ ഫലം കിട്ടുന്നതുകൊണ്ടാണ് ആൾക്കാർ ഇത് ചെയ്യുന്നത്. ഒരു ഉപകാരം കിട്ടില്ല, ഈ ബോർഡിന് എഴുതിച്ച കാര്യമൊക്കെ ആൾക്കാർ ചെയ്യുമോ ഇനി ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, മന്ത്രങ്ങൾക്ക് അതിൻ്റെതായ ഒരു പർപ്പസ് ഉണ്ട്. അത് നിങ്ങൾ തിരിച്ചറിഞ്ഞാലേ നിങ്ങൾക്ക് ഒരു ഉറപ്പ് കിട്ടുള്ളൂ, ഇതിന്നാണ് ഇതിന്റെ പർപ്പസ്. ഞാൻ പറഞ്ഞത്, ഞാൻ ഇത്രയും പറഞ്ഞ കാര്യം വെച്ചാൽ, ഫിലോസഫി എന്ന് പറയുന്നത് ഒരു അബ്സ്ട്രാക്റ്റ് ആയ, ആർക്കും ഉപയോഗമില്ലാത്ത, ജനറലായ ഒരു എന്താണ് ഷാബി ആയ ടൈപ്പുള്ള സബ്ജക്റ്റ് അല്ല. അതുകൊണ്ട് പ്രയോജനം ഉപകാരമുണ്ട്. പക്ഷെ നിങ്ങൾ ശരിയായ രീതിയിൽ തിരിച്ചറിയണമെന്നേ ഉള്ളൂ. ഇങ്ങനെ ശരിയായ രീതിയിൽ നിങ്ങൾ ഒരു കാര്യം തിരിച്ചറിയാൻ നിങ്ങളെ സഹായിക്കുന്നവരെയാണ് ഫിലോസഫി ടീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഫിലോസഫേഴ്സ് എന്ന് പറയുന്ന ഈ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ആളാണ്. വ്യാസൻ ഫിലോസഫറാണ്, ഫിലോസഫി ടീച്ചർ അല്ല. എന്റെ ജോലി എന്താണോ വ്യാസൻ പറഞ്ഞത് അതിനെ വ്യാഖ്യാനിച്ച് ഒരാൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങളെല്ലാം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ 2 ഗ്രേറ്റ് ഫിലോസഫേഴ്സ് ആണ്. ഒന്ന് 20-ാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ 2 ഗ്രേറ്റ് ഫിലോസഫേഴ്സ് ആണെന്ന് സ്വാമി വിവേകാനന്ദനും ഓഷോ രജനീഷും. ഓഷോയുടെ ഞാൻ ഇന്നലെ മനോജ് സാറിനാണെന്ന് തോന്നുന്നു അയച്ചു തന്നു. ഓഷോന്റെ ഒരു ആർട്ടിക്കിൾ ഞാൻ അയച്ചു തന്നില്ല, സാറിനാണെന്ന് തോന്നില്ലേ? സാറിന് ഞാൻ ആർട്ടിക്കിൾ അയച്ചു തന്നില്ലേ? അല്ല, നോ പ്രോബ്ലം. അല്ല, അയച്ചു തന്നുള്ളൂ. ഞാൻ പറഞ്ഞത് ഓഷോന്റെ മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ എന്നൊരു പുസ്തകമുണ്ട്, ഹിഡൻ സീക്രട്സ് എന്ന് പറഞ്ഞിട്ട്. ഓഷോ ബേസിക്കലി വാസ് എ ഫിലോസഫി ടീച്ചർ ആൻഡ് ഹി വാസ് എ ഗ്രേറ്റ് പേഴ്സൺ. മൂപ്പർ ഇതിലാണ് ഇന്ത്യൻ ട്രഡീഷനിലും ഇന്ത്യൻ ഫിലോസഫിയിലും വരുന്ന ഒക്കാൾട്ടായ, ഇസോട്രിക് എന്ന് പറഞ്ഞാൽ സാധാരണ ആൾക്കാർക്ക് മനസ്സിലാവാത്തതും ജ്ഞാനികൾക്ക് മാത്രം മനസ്സിലാവുന്നതാണ് ഇസോട്രിക്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് സയൻസ് വേണം, ആർക്കും പഠിക്കാം, പക്ഷെ ഇസോട്രിക്കം പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഇസോട്രിക് ഒരു കാര്യം പഠിക്കണമെങ്കിൽ നിങ്ങൾ യഥാർത്ഥ ഗുരുവിന്റെ ശരിയായ ഒരു വ്യക്തിയുടെ കയ്യിൽ തന്നെ അത് മനസ്സിലാക്കാൻ ശ്രമിക്കണം.
ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്ന വിചാരിക്കുന്നു. പക്ഷെ ഞാൻ പറഞ്ഞുകൊണ്ടത് അതുകൊണ്ട് വേദത്തിലെ മന്ത്രങ്ങൾക്ക് ഇന്ന തരത്തിലുള്ള പ്രയോജനമുണ്ട്. ഈ പ്രയോജനം മനസ്സിലാക്കുന്നത് കൊണ്ടാണ് വേദങ്ങൾക്ക് ഇത്രയും പ്രാധാന്യം ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. ഹലോ അമേറെ? അതെ, തീർച്ചയായിട്ടും. അപ്പൊ അതായത് ചുരുക്കി പറഞ്ഞാൽ, ലെറ്റ് മീ കൺക്ലൂഡ് മൈ പോയിന്റ്. ശാസ്ത്രം ഒരു കാര്യത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു, ഫിലോസഫി ഒരു കാര്യത്തെ വ്യാഖ്യാനിച്ച് നമ്മൾ സ്വയം ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഇതിൽ ഏതാ പ്രാധാന്യം? രണ്ടാമത്തെ പ്രാധാന്യം. കാരണം ഞാൻ ഉദാഹരണം പറയാം. ഉദാഹരണമായിട്ട് നിങ്ങൾ ഹോമിയോപ്പതിയിലുള്ള ആൾക്കാരും അലോപ്പതിക്കാരും ആയുർവേദം ബോഡീനെ കാണുന്നത് ഒറ്റ ബോഡീനല്ലേ കാണുന്നേ. 3 പേര് 3 രീതിയിലുള്ള വ്യാഖ്യാനല്ലേ സാറേ തരുന്നേ. തീർച്ചയായും. ഞാൻ ആയുർവേദം പഠിക്കാൻ വേണ്ടി, ഞാനൊരു മെഡിക്കൽ ഡ്രോപ്പ് ഔട്ട്, ആയുർവേദം പഠിക്കാൻ വേണ്ടി പോയത് 1.5 വർഷം പഠിച്ച. ഞാൻ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ആയുർവേദത്തിലെ പഞ്ചഭൂത സിദ്ധാന്തം, ത്രിദോഷ സിദ്ധാന്തം ഏതെങ്കിലും അലോപ്പതിക്കാരൻ അംഗീകരിക്കുമോ? ഇല്ല. അവൻ പറയും ഇത് ശുദ്ധ അസംബന്ധം എന്ന് പറയില്ലേ. വാദം പിത്തം കഫം എന്ന് പറഞ്ഞാൽ അവൻ ചോദിക്കും എവിടെ പിത്തം, എവിടെ കിടക്കുന്നു വാദം, എന്ത് വാദം? ഈ മറ്റേ ഹിപ്പോക്രാറ്റസ്, മറ്റേ ഇയാൾ മറ്റേ ഈ അലോപ്പതിന്റെ മാസ്റ്റർ ഉണ്ടല്ലോ, അങ്ങേര് പറഞ്ഞൊരു തമാശ ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട്. അതായത് മൂപ്പര് പറഞ്ഞു അപ്പൊ മൂപ്പര് വീട്ടിൽ 2 വാതിലുണ്ടായിരുന്നു. ഒരു മുമ്പിലെ വാതിൽ, പുറകിലൊരു വാതിൽ. എന്നിട്ട് മൂപ്പര് പറഞ്ഞു ഏത് രോഗി വന്നാലും മുമ്പിലെ വാതിലൂടെ കടത്തി വിട്ടോളാൻ പറഞ്ഞു. അപ്പൊ ആൾക്കാർ ചോദിച്ചു സൈഡിൽ വെച്ച പുറകിലെ വാതിൽ എന്തിനാ? പുറകിലെ വാതിൽ എന്താ വെച്ചാൽ ഏതെങ്കിലും വാദരോഗി വന്നാൽ അവൻ വരുമ്പോ എനിക്ക് പുറത്തിറങ്ങി ഓടിപ്പോവാനാണ്. കാരണം വാദം എന്ന് പറഞ്ഞിട്ട് സാധനം അലോപ്പതിയിൽ ഇല്ലല്ലോ. ബിക്കോസ് യു കനോട്ട് സീ ദ വാദ. നിങ്ങൾക്ക് വാദത്തിന് കാണാൻ പറ്റൂലല്ലോ. കാരണം അലോപ്പതിനെ സംബന്ധിച്ചുള്ള കാണാൻ പറ്റാതൊക്കെ അബ്സർഡ് അല്ലേ? ഡോക്ടർ ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ? ശരിയല്ലേ? ഹലോ, കേൾക്കുന്നില്ലേ? കേൾക്കാം. ശരിയാണ്. അതേസമയം ആയുർവേദക്കാർ മുഴുവൻ ജീവിക്കുന്നത് ഈ വാദത്തിനെ പിടിച്ചിട്ടാ. എന്നോട് ഒരു ആയുർവേദ ഡോക്ടർ പറയുന്ന തമാശയുണ്ട്, രാമേന്ദ്രൻ, കുറെ വർഷം ഭയങ്കര തമാശക്കാരൻ. പറഞ്ഞോണ്ട് പറയാം, ഈ വാദം എന്ന് പറഞ്ഞ സാധനവും ദിനേശമില്ലാതെ കുഴമ്പും കാര്യമില്ല, നമ്മൾ തെണ്ടിപ്പോയേനെന്ന്. കാരണം എന്താന്ന് ചോദിച്ചാൽ ബാക്കിയെല്ലാം അലോപ്പതി ക്യൂർ ചെയ്യുന്നുണ്ടല്ലോ. ബാക്കിയെല്ലാം അലോപ്പതി ക്യൂർ ചെയ്യുന്നില്ലേ? ബാക്കി എല്ലാ രോഗങ്ങളും ഓൾമോസ്റ്റ് അലോപ്പതി ക്യൂർ ചെയ്യുന്നില്ലേ? വാദത്തിന് ക്യൂർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? കാരണം വാദം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് അലോപ്പതി അംഗീകരിക്കുന്നില്ല. അപ്പൊ ഞാൻ ചോദിച്ചുകൊണ്ടുവന്നത് ഇത് ആര് പറയുന്നതാണ്? ഏത് വ്യാഖ്യാനമാ ശരി? അലോപ്പതി കൊടുക്കുന്ന വ്യാഖ്യാനമാണോ ശരി? ആയുർവേദം കൊടുക്കുന്ന വ്യാഖ്യാനമാണോ ശരി? ഹോമിയോപ്പതി കൊടുക്കുന്ന വ്യാഖ്യാനമാണോ ശരി? പ്രകൃതികസക്കാർ ശരീരത്തെ കുറിച്ച് കൊടുക്കുന്ന വ്യാഖ്യാനമാണോ ശരി? ഇനി ഫിലോസഫി ശരീരത്തെ കുറിച്ച് കൊടുക്കുന്ന വ്യാഖ്യാനമാണോ ശരി? ഇതാണ് ഞാൻ പറഞ്ഞ പോയിന്റ്. അപ്പോ ഞാൻ പറഞ്ഞത് 2 പോയിന്റാണ്. ഒന്ന്, നമ്മളൊരു ഗ്രേറ്റ് ഫിലോസഫിക്കൽ ടെസ്റ്റ് ഗ്രേറ്റ് ആവുന്നത് അത് നമ്മൾ ഗ്രേറ്റ് ആന്ന് വെറുതെ പറഞ്ഞുകൊണ്ടല്ല, അതിന്റെ പ്രയോജനം എന്താണെന്ന് ശരിയായ രീതിയിൽ നമുക്കൊരു മാസ്റ്റർ പറഞ്ഞു തരികയും അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളത് ജീവിതത്തിൽ ഉപയോഗിക്കുകയും ചെയ്യുമ്പോഴാണ് അത് ഗ്രേറ്റ് ആണെന്ന് മനസ്സിലാവും. ഒരു കാര്യം പറയാം. പൊതുവെ ജ്യോതിഷം പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർ പറയുന്നൊരു കാര്യമുണ്ട്. ഇപ്പൊ ജ്യോതിഷം ഒരുപാട് പണ്ടുണ്ട് ഇപ്പോഴും ഉണ്ട്. അവർ പറഞ്ഞ കാര്യമുണ്ട്, ഇപ്പൊ ജ്യോതിഷന്മാർ റെക്കമെൻഡ് ചെയ്യുന്ന ഒരുപാട് പൂജകളും കാര്യങ്ങളും ചെയ്തിട്ട് റിസൾട്ട് കിട്ടുന്നവരുണ്ട്, കിട്ടാത്തവരുണ്ട്. നമ്മളെ മെറ്റാഫിസിക്സ് എന്ന് പറയുന്നത് ദാറ്റ് കംസ് ആഫ്റ്റർ ഫിസിക്സ് എന്ന് പറയുന്നത് മെറ്റാഫിസിക്സ്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഹോമിയോപ്പതി എന്ന് പറയുന്നത് സൂക്ഷ്മമായ വസ്തുക്കളെ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു മെഡിസിൻ ഹോമിയോപ്പതി. ഒരു പ്രസ്ഥാനമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പറയല്ല, ഈ സ്ഥൂലവും സൂക്ഷ്മവും എന്ന് പറയല്ല, ഇപ്പം ഈ പറഞ്ഞ ശൈലീഷയ്ക്കകത്തൊരു മെഡിസിനൽ പവർ ഉണ്ട് എന്ന് ഒരാളോട് പറഞ്ഞാൽ അയാൾക്ക് മനസ്സിലാവില്ല. നേരെ മറിച്ച് ആ ഒരു മെഡിസിൻ കൊടുത്ത് ഒരാൾക്ക് റിസൾട്ട് ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബോധ്യപ്പെടില്ലേ? ഈ സൂക്ഷ്മമായ വസ്തുക്കളെ പരിചയപ്പെടുത്തി കൊടുക്കാൻ ഏറ്റവും അഭികാമ്യമായ ഒരു സമ്പ്രദായമാണ് ഹോമിയോപ്പതി എന്നുള്ള പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ പറഞ്ഞ വൈറ്റാലിറ്റിയും വൈറ്റൽ പ്രിൻസിപ്പിളും. ഒരു പ്രാണശക്തി എന്നുള്ള ആർക്കും പറയാൻ പറ്റുമോ? ജീവനില്ലാത്ത ഒരാളിലുണ്ട്? ആരുമില്ല. എല്ലാവരും ജീവനുണ്ട്, എല്ലാവർക്കും അനുഭവം ഉണ്ടല്ലോ. കാരണം എല്ലാവരും ശവശരീരത്തെ കണ്ടിട്ടുമുണ്ട്. ഇതിനെ തമ്മിൽ വ്യത്യാസത്തെ വ്യാഖ്യാനിക്കുന്ന ഹോമിയോപ്പതിക്ക് കഴിയുള്ളൂ. അപ്പൊ മെഡിക്കൽ സയൻസിൽ തീർച്ചയായിട്ടും ഫിലോസഫി അത്യാവശ്യമാണ്. ദൗർഭാഗ്യവശാൽ നമ്മുടെ ശ്രീകുമാർ സാറിന്റെ കണക്ഷൻ പോയി. ഇപ്പൊ അദ്ദേഹം പറഞ്ഞതെന്ന് വേറൊന്നുമല്ല, ഇതിന്റെ പ്രായോഗികത എന്താണെന്നുള്ളതാണ്. ഇപ്പൊ നേരത്തെ പറയുന്നുണ്ടല്ലോ പുഷ്പാഞ്ജലി. അപ്പൊ തിരിച്ചു വേണേ പറയാമല്ലോ, ചെന്നിട്ട് 4 ചീത്ത വിളിച്ചാൽ മതിയല്ലോ, അതിന്റെ മതവശാവുമല്ലോ. അപ്പൊ ഈ വാക്കുകൾക്കും അത് ചൊല്ലുന്നതിനും ഒരു ഇമ്പാക്ട് ഉണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. നമ്മളെ തന്നെ ഒരാൾ അഭിസംബോധന ചെയ്യുന്നതിൽ വ്യത്യസ്തമായിട്ടാണ് ഉണ്ടാകുന്ന റിയാക്ഷൻ വേറെ അല്ലേ? സംശയമുണ്ടോ? സാറ് പറഞ്ഞത് ഐകമത്യ പുഷ്പാഞ്ജലി നടത്തുകയും ആ വ്യക്തികൾക്ക് അത് ഇന്നതിനു വേണ്ടി നടത്തുന്നു എന്ന് പറഞ്ഞു കൊടുത്ത് അത് ചെയ്ത് അവർക്ക് പ്രയോജനം കിട്ടുമ്പോ അവര് കൺവിൻസ്ഡ് ആവുമ്പോ അത് ഫിലോസഫിയായി. അല്ല, അത് വീണ്ടും നമ്മൾ ഫോളോ ചെയ്യുന്നുള്ളതാണ്. ഷജന മാഡം എന്ന് പറയുന്നു. മാഡത്തിന് സംസാരിക്കാം.
അല്ല, സാറ് നേരത്തെ പറഞ്ഞു ചിലപ്പം ഈ നമ്മള് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഇപ്പം പൂജ ചെയ്യുന്ന കാര്യങ്ങളും അമ്പലത്തില് പുഷ്പാഞ്ജലി കഴിക്കുന്ന കാര്യങ്ങളും അതെല്ലാം ഇപ്പൊ ഇത്ര ദിവസം ചെയ്താൽ അത് ഫലിക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അത് നമ്മളത് ചെയ്ത് ഫലിക്കണം എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കർമ്മഫലം കൂടെ നല്ലതായിരിക്കണം. നമ്മളുടെ പ്രവൃത്തി കൂടെ നല്ലതാണെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന ഇപ്പൊ ഒരു പുഷ്പാർച്ചന നടത്തിയാൽ പോലും ആ പുഷ്പാർച്ചനയുടെ ഫലം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ പുറത്തു പോയി രണ്ടുപേരെ പറഞ്ഞ് രണ്ടുപേരെ വെട്ടിക്കൊന്നിട്ട് വന്നിട്ട് അമ്പലത്തിൽ വന്ന് പുഷ്പാർച്ചന നടത്തിയിട്ട് എന്താ കാര്യം? അതെങ്ങനെ ഒരു ഫലം നമുക്ക് കിട്ടുന്നത്? കിട്ടുമോ മാഡം? ഒരിക്കലും ഇല്ല. വ്യാസ മഹർഷി എന്ന് പറഞ്ഞാൽ അദ്ദേഹം രചിച്ചതാണ് മഹാഭാരതം. ആ മഹാഭാരതത്തില് വളരെ വ്യക്തമായിട്ട് ഒരാള് എങ്ങനെ വേണം ജീവിക്കാൻ എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ശ്രീകൃഷ്ണന്റെ കഥകളും ഒക്കെ ആയിട്ട് പറയുന്നുണ്ട്. അപ്പം നമ്മൾ ഈ അമ്പലത്തിൽ പോയി കമന്ന് കിടന്ന് നമസ്കരിച്ച് ഭഗവാൻ പറയുന്നത്, അതിൽ വ്യാസമഹർഷി പറഞ്ഞു, നമ്മളുടെ എല്ലാം മനസ്സിൽ തന്നെ ദൈവമുണ്ട്. നമ്മൾ എവിടെയും പോകണ്ട, പള്ളിയിലും അമ്പലങ്ങളിലും ഒന്നും പോകേണ്ട ആവശ്യമില്ല. മാഡം, അതിനകത്ത് ഒരു കാര്യമുണ്ട്. മാഡം ഒരു മിനിറ്റ്, ഭഗവത്ഗീതയിൽ ഒരു 4 വരി ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്നത്. ന ബുദ്ധിഭേദം ജനയേത് ന അജ്ഞാനം കർമ്മ സംഗിനാം ജോഷയെ സർവകർമാണി വിദ്വാൻ യുക്ത സമാജം. അതായത് ആളുകളിൽ ഓരോരുത്തരും അവരവർ വഴിക്ക് പോകട്ടെ. അതിനെ യേശുക്രിസ്തു വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു, കുട്ടികളെ തടയരുത്. ഇപ്പൊ കമിഴ്ന്ന് വീഴാൻ വിധിയുള്ള കമിഴ്ന്ന് വീഴട്ടെ, മാറി നിൽക്കാൻ വിധിയുള്ള മാറി നിൽക്കട്ടെ. അതാണ് ഇന്ത്യയുടെ പ്രത്യേകത. എല്ലാവരും ഉൾക്കൊള്ളുക എന്നുള്ളത്. അപ്പൊ ഒരാളിന് അങ്ങോട്ടും ഇങ്ങോട്ടും കനോട്ട് ബി. അല്ല, കമന്ന് വീഴുന്നെന്ന് ഞാൻ പറഞ്ഞത് വേറൊന്നും അല്ല. കാരണം സത്യസന്ധമായിട്ട് ജീവിക്കുന്ന ഒരാള് എവിടെയും പോയി കമന്ന് വീഴേണ്ട ആവശ്യമില്ല. ആരെയും പ്രീതിപ്പെടുത്തേണ്ട ആവശ്യമില്ല. ദൈവം നമ്മുടെ ഉള്ളിലുണ്ട്. ദൈവം നമ്മളെ എപ്പോഴും കാത്തോളും. എല്ലാ അപകടത്തിൽ നിന്നും ഈശ്വരൻ നമ്മളെ കാക്കും. വ്യാസമഹർഷി അതാണ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഭഗവത്ഗീതയിൽ, മഹാഭാരതത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്തായാലും ശ്രീകുമാർ സാർ ജോയിൻ ചെയ്തിട്ടുണ്ടേ. അൺമ്യൂട്ട് ചെയ്യാമോ സാറേ? നമുക്ക് 5 മിനിറ്റ് സമയം മാത്രമേ ബാക്കിയുള്ളൂ. സാർ അൺമ്യൂട്ട് ചെയ്യാമോ? സാർ നെറ്റ് ഇടയ്ക്ക് ലാപ്ടോപ്പ് പ്രോബ്ലം ആയിരുന്നു സാറേ. ഓക്കെ, അൺമ്യൂട്ട് ചെയ്യണേ സാറേ. അൺമ്യൂട്ട് ചെയ്യൂ. കൺക്ലൂഡ് ചെയ്യാം സാറേ, പറഞ്ഞോളൂ. സാറെ കാണുന്നില്ലേ? കാണാം സാറേ, എന്താ പറയാ, പെട്ടെന്ന് ലാബിന് എന്തോ ഒരു പ്രശ്നം പറ്റിയോണ്ടാണ്. കാണുന്നില്ലേ സാർ? കാണാം, കേൾക്കാം. ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഈ, ഒറ്റ മിനിറ്റ്, ഞാൻ റൂമിലൊക്കെ ഒന്ന് പോയിക്കോട്ടെ, ഒറ്റ മിനിറ്റ്. ഞാൻ പറഞ്ഞു നിർത്തിയത്, നമ്മളെ സമയക്കുറവുകൊണ്ടാണ് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വരുന്നത്. ദാർശനിക ജ്ഞാനം ദൈനംദിന ജീവിതത്തിൽ പോലും ഉപയോഗപ്രദമാണ് എന്ന് തെളിയിച്ച തത്വചിന്തയിലെ ഏക സംസ്കാര ഇന്ത്യക്കാരാണെന്നാണ് ഞാൻ പറഞ്ഞത്. അതെ, പാശ്ചാത്യ തത്വചിന്തയ്ക്ക് ഈ തരത്തിലുള്ള ഒരു ക്രെഡിറ്റ് അവകാശപ്പെടാൻ പറ്റില്ല. കാരണം പാശ്ചാത്യ തത്വചിന്ത എന്ന് പറയുന്നത് വെറും ഒരു ജ്ഞാനത്തെ കുറിച്ചുള്ള കണ്ടംപ്ലേഷൻ മാത്രമാണത്. അപ്പൊ ഫിലോ ആൻഡ് സോഫിയ എന്ന് പറയാം, അതായത് ജ്ഞാനത്തോടുള്ള സ്നേഹം നടത്തുള്ളൂ. അതുകൊണ്ടാണ് ഈ പാശ്ചാത്യ തത്വചിന്തയുടെ പൊതുവെ ആംചെയർ ഫിലോസഫി എന്ന് വിളിക്കുന്നത്. നമ്മൾ ഇന്ത്യക്കാര് ഏതൊരു ജ്ഞാനത്തിനും ഒരു ഉപയോഗം വേണമെന്ന് ശഠിച്ച ആൾക്കാരാണ്. അതുകൊണ്ടാണ് പണ്ടത്തെ ആചാര്യന്മാര് ഏത് ജ്ഞാനമായിക്കൊള്ളട്ടെ അത് ഉപയോഗപ്രദമല്ലെങ്കിൽ ആ ജ്ഞാനത്തിനെ തള്ളിക്കളയണം എന്ന് പറയുന്നത്. അതുകൊണ്ട് വേദത്തിലെ മന്ത്രങ്ങൾ കൊണ്ട്, വേദത്തിലെ കർമ്മങ്ങൾ കൊണ്ട്, വേദത്തിൽ അനുഷ്ഠിക്കുന്ന കാര്യങ്ങൾ കൊണ്ട് എന്ത് പ്രയോജനം സിദ്ധിക്കുന്നു എന്നുള്ളത് ശരിയായ രീതിയിൽ തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ വേണം വേദം ഉപയോഗിക്കാൻ എന്നാണ് പറയുന്നത്. ഇത് കുറച്ച് വലിയൊരു വിഷയമാണ്. നമ്മൾ ഇത്തരമുള്ളൊരു ടോക്കിൽ സംസാരിച്ച് തീർക്കാൻ പറ്റുന്ന കാര്യമല്ല. എന്നാലും ഞാൻ ചെറിയ രീതിയിൽ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ ഉദ്ദേശിച്ചത് ഫിലോസഫി എന്ന് പറയുന്ന വിഷയം പാശ്ചാത്യം, പൗരസ്ത്യം എന്നിങ്ങനെ 2 രീതിയിലാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. പാശ്ചാത്യ തത്വചിന്ത ഒരു കാര്യത്തെ വ്യാഖ്യാനിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. പൗരസ്ത്യം അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യൻ തത്വചിന്ത എന്ന് പറയുന്നത് ഒരു കാര്യത്തെ വ്യാഖ്യാനിക്കുക മാത്രമല്ല, അതിന്റെ പ്രയോജനം എന്താണെന്ന് പഠിപ്പിച്ചിട്ട് നിത്യജീവിതത്തിൽ ഇപ്രകാരം ഉപയോഗിക്കണം എന്ന് പറയുന്നു. അതുകൊണ്ടാണ് ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ദർശനമുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മീമാംസ എന്ന് പറയും. ഈ മീമാംസ ഫിലോസഫിയില് പറയുന്നത് വേദങ്ങളിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തെ ക്രമപ്പെടുത്തണം എന്നാ. ഈ ജീവിതത്തെ ക്രമപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ എവിടെയോ ഇരിക്കുന്ന ഒരു ദൈവത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യണം എന്നല്ല പറയുന്നത്.
നമ്മൾ ഈ പ്രപഞ്ചത്തിൽ സുഖമായിട്ട് ജീവിക്കാൻ എന്തെല്ലാം അനുഷ്ഠിക്കണം എന്നുള്ളതാണ് ഈ മീമാംസയിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ നമ്മൾ ഈ പ്രപഞ്ചത്തിൽ ശരിയായ രീതിയിൽ ധർമാർത്ഥ കാമമോക്ഷങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ ജീവിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഡയറക്ഷൻസ് മുഴുവൻ തരുന്നത് വേദത്തിലാണ്. അപ്പൊ വേദത്തിൽ എന്തൊക്കെയാണോ പറഞ്ഞിരിക്കുന്നത് ആ രീതിയിൽ ജീവിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭൗതികവും മാനസികവുമായ ജീവിതത്തെ മെച്ചപ്പെടുത്താമെന്നാണ് അവർ പറയുന്നതിന് ചുരുക്കം. ഇങ്ങനെ ദാർശനിക ജ്ഞാനത്തിന് ദൈനംദിന ജീവിതത്തിൽ വലിയൊരു പങ്കുണ്ട്. വലിയ പങ്കല്ല, ദാർശനിക ജ്ഞാനം കൊണ്ട് ദൈനംദിന ജീവിതത്തെ ചിട്ടപ്പെടുത്താമെന്ന് പറഞ്ഞ ആൾക്കാരാണ് ഇന്ത്യക്കാർ. അപ്പൊ ഇന്ത്യൻ ഫിലോസഫിക്ക്, ഇന്ത്യൻ തത്വചിന്തക്ക് അങ്ങനെ വലിയൊരു റോള് നമ്മളെ ദൈനംദിന ജീവിതത്തിൽ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഇപ്പോഴും 5000 വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യക്കാർ നടത്തിയ ഗണപതി ഹോമം ഇന്നും ആൾക്കാർ നടത്തുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം, അതിന്റെ പ്രയോജനത്തെ നിങ്ങൾ സിദ്ധാന്തപരമായിട്ട് മനസ്സിലാക്കിയില്ലെങ്കിലും നിങ്ങളെ ദൈനംദിന ജീവിതത്തിൽ നിങ്ങൾക്ക് അത് തിരിച്ചറിയാൻ പറ്റുന്നതുകൊണ്ടാണ്. ഒരു ജ്ഞാനത്തെ ഒരു വ്യക്തി സിദ്ധാന്തപരമായിട്ട് മനസ്സിലാക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല, മറിച്ച് അതിന്റെ പ്രയോജനം അയാൾക്ക് മനസ്സിലായാൽ മതി. ഇപ്പൊ നമ്മൾ പാരസെറ്റമോൾ കഴിക്കുമ്പോൾ പാരസെറ്റമോളിന്റെ ഫാർമക്കോളജി അറിഞ്ഞിട്ടല്ലല്ലോ ആരും പാരസെറ്റമോൾ കഴിക്കുന്നത്. പക്ഷെ പാരസെറ്റമോളിന്റെ പ്രയോജനം എന്താണെന്ന് മനസ്സിലാക്കുന്നു. അതുപോലെ ഐകമത്യ സൂക്ത പുഷ്പാഞ്ജലി കഴിക്കുമ്പോൾ ഐകമത്യ സൂക്തം എന്ന് പറഞ്ഞാൽ എന്താ, ഇത് ആരാ എഴുതിയത് എന്നൊന്നും നിങ്ങൾക്ക് അറിയില്ലെങ്കിലും നിങ്ങൾ ഈ മന്ത്രം ചൊല്ലിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു അമ്പലത്തിൽ പോയിട്ട് ഈ ഒരു പൂജാരിനെ കൊണ്ട്, ഇത് അറിയുന്ന ആൾക്കാരെ കൊണ്ട് ഇത് ചെയ്യിച്ചു കഴിഞ്ഞാൽ അതിന് ഫലം കിട്ടുന്നതുകൊണ്ടാണല്ലോ അത് ചെയ്യുന്നത്. അപ്പൊ ഒരു സംസ്കാരം നിലനിൽക്കുന്നത് ആ ജ്ഞാനവും ആ ജ്ഞാനം പ്രയോജനമാണ് എന്നുള്ള തിരിച്ചറിവിലാണ്. അപ്പൊ ജ്ഞാനവും പ്രയോജനം എന്ന് പറയുന്നതാണ് ഇന്ത്യക്കാർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത കാര്യം എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. അപ്പൊ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് തത്വചിന്തയും ജീവിതം എന്ന് പറയുന്നതാണല്ലോ. അതിൽ തന്നെ ഇന്ത്യൻ തത്വചിന്തക്ക് ജീവിതത്തിൽ വലിയ ഒരു പങ്കുണ്ട്. അത് ജീവിതത്തെ ഭൗതികവും മാനസികവുമായ ജീവിതത്തെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ സഹായിക്കുന്നു എന്നാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം. ചുരുക്കി പറഞ്ഞാൽ വേദവിഹിതമായ കർമ്മങ്ങൾ അനുഷ്ഠിച്ച് മുന്നോട്ട് പോകുന്ന ഒരു മനുഷ്യന് ഭൗതികവും മാനസികവുമായ സ്വാസ്ഥ്യത്തോടുകൂടി, ആരോഗ്യത്തോടുകൂടി മുമ്പോട്ട് പോകാന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അതുകൊണ്ടാണ് വേദങ്ങളുടെ ഉപവേദങ്ങളായിട്ടാണ് ആയുർവേദത്തെ കരുതുന്നത്. ഇപ്പൊ 4 വേദങ്ങളും അതിന്റെ ഉപവേദങ്ങളും ഉണ്ട്. ഇപ്പോ എന്താണ് ഉപവേദം, ആയുർവേദം, ധനുർവേദം, പിന്നെ വൃക്ഷാവേദം എന്നൊക്കെ പറഞ്ഞ ഉപവേദങ്ങളാണ്. മഹാഭാരത ഉപവേദമാണ്. അപ്പൊ ഈ ഉപവേദങ്ങളെ മനസ്സിലാക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ആ ജ്ഞാനം നിങ്ങൾ സ്വീകരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയൊന്നും ആഴത്തിൽ കൂലങ്കുഷമായിട്ട് പഠിച്ചില്ലെങ്കിൽ പോലും നമ്മളെ പൂർവ്വപിതാക്കന്മാര്, നമുക്ക് മുൻപുള്ള ആൾക്കാര്, വൃദ്ധജനങ്ങൾ എന്ന് പറയും, മുൻപുള്ള ആൾക്കാർ അനുഷ്ഠിക്കുകയും ആചരിക്കുകയും ചെയ്ത കാര്യങ്ങൾക്ക് ഇത്തരത്തിലൊരു സാധുതയുണ്ടല്ലോ എന്ന് തിരിച്ചറിയുമ്പോൾ മാത്രമാണ് ആധുനിക കാലഘട്ടത്തെ ദാർശനിക ജ്ഞാനത്തിന് പ്രസക്തി ഉണ്ടാവുക എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ഏറെക്കുറെ ഒരു ചുരുക്കം. നമ്മള് ഇത് നമ്മൾ ചിന്തിക്കുമ്പോ നമ്മൾ സങ്കുചിതമായിട്ട് ചിന്തിക്കുന്ന പോലെ ആവുന്നു എനിക്ക് സാറിന്റെ സംസാരം കേട്ടിട്ട്. ഇന്ത്യക്കാര് മാത്രമേ ഫിലോസഫി സംസാരിക്കുന്നുള്ളൂ, ബാക്കിയുള്ളവരാരും ഇതൊന്നും മനസ്സിലാക്കുന്നില്ലെന്ന് ജഡ്ജ് ചെയ്യാൻ നമ്മൾ ശരിയാണോ? നമ്മൾ അങ്ങനെ ജഡ്ജ് ചെയ്യുന്നത് അല്ല. എന്നൊരു കാര്യമുണ്ട്, ഇന്ത്യ ഈസ് ദ മദർലാൻഡ് ഓഫ് ഓൾ ഫിലോസഫീസ്. അതുകൊണ്ടാണ് ഇന്ത്യന് വിശ്വഗുരു എന്ന് പറയുന്നത്. എങ്ങനെ എന്ന് നമ്മൾ പറയുന്നു? അല്ല സാറേ, ഇത് വളരെ സിമ്പിൾ ആയ കാര്യമുള്ളൂ. നിങ്ങൾക്ക് തർക്കിക്കാം, നിങ്ങൾക്ക് പ്രയോജനമുണ്ട്, സ്വീകരിക്കാം, അല്ല സ്വീകരിക്കണ്ട. ഇന്ത്യയിലെ ആചാര്യന്മാർ പറയുന്നത് എന്താണെന്നറിയോ? നിങ്ങൾക്കൊരു കാര്യം വേണമെങ്കിൽ സ്വീകരിക്കാൻ അവർ പറയുന്നുള്ളൂ. ആയിക്കോട്ടെ, ശരി. നന്ദി മനോജ് ഡോക്ടറെ. എന്തായാലും ഫിലോസഫി എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്നൊന്ന് പറഞ്ഞ് നമുക്ക് അതിന്റെ ഒരു അവസാന ഭാഗത്തേക്ക് ഒന്നും എത്താൻ പറ്റുന്ന ഒരു വിഷയമല്ല. അത് വളരെ വാസ്റ്റ് ആണ്. പലർക്കും അതിന് വ്യത്യസ്തമായ അഭിപ്രായങ്ങളും ഉണ്ടായിരിക്കും. എന്തായാലും ഇന്നത്തെ ഒരു ചർച്ച അല്ലെങ്കിൽ സാറിന്റെ ഒരു ക്ലാസ് ഒക്കെ വളരെ നന്നായിരുന്നു. ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ എത്തിയവർക്ക് നന്ദി പറയുക എന്നുള്ളതാണ് എൻ്റെ കടമ. ആദ്യമായി നമുക്ക് ഇന്ന് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുവാനായി എത്തിയത് ഷാജിന മാഡമാണ്. മാഡം റിട്ടയർഡ് ഡെപ്യൂട്ടി കളക്ടറായിരുന്നു. നമ്മുടെ ഈ പ്രോഗ്രാമിൽ എത്തുകയും ഈ പ്രോഗ്രാം ധന്യമാക്കുകയും ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്ത ഷാജിന മാഡത്തിന് IFPHന്റെ പേരിലുള്ള ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തും. അതുപോലെ തന്നെ ഇന്ന് തത്വചിന്തയും ജീവിതവും എന്നുള്ള വിഷയത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുകയും നമ്മളെ എല്ലാവരെയും ഈ ചർച്ചയിൽ പങ്കെടുപ്പിക്കുകയും നമ്മളെ അഭിപ്രായങ്ങൾ സാറ് കേൾക്കുകയും എല്ലാം അങ്ങനെ ഒരു നല്ലൊരു ചർച്ച തന്നെ, തുറന്ന ചർച്ച തന്നെ നടന്നു. എന്തായാലും സാറിന്റെ ഈ ഫിലോസഫിയുടെ കുറിച്ചുള്ള ചർച്ച ഇനിയും
നടക്കേണ്ടിയിരിക്കുന്നു, എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലും ചെന്നെത്താൻ എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും സാറിന്റെ വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി ചെലവഴിക്കുകയും ഇന്ന് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ എത്തുകയും ചെയ്തു. സാറ് റിട്ടയർഡ് അസോസിയേറ്റ് പ്രൊഫസറാണ് തിരുവനന്തപുരം വിമൻസ് കോളേജിലെ. എന്തായാലും സാറിനും IFPHന്റെ പേരിലുള്ള സ്നേഹപൂർവ്വവും ആദരപൂർവ്വമുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ അതുപോലെ ഈ നമുക്ക് 2 വിലപ്പെട്ട ഗസ്റ്റുകളെ എത്തിച്ചത് ഭാഗ്യലക്ഷ്മി മാഡവും അതുപോലെ തന്നെ കുലശേഖരത്തെ ശ്രീ ലാലും ആണ്. അവർക്കും ഈ ഗസ്റ്റുകളെ കൊണ്ടുവന്നതിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ ഷാലു രാജനാണ് ഇന്നത്തെ പ്രോഗ്രാമിന് സ്വാഗതം പറഞ്ഞത്. ഷാലു രാജന് IFPHന്റെ ഒരു വിലപ്പെട്ട ഹോമിയോപ്പതി സ്നേഹി കൂടിയാണ്. അദ്ദേഹത്തിന് IFPHന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് പ്രോഗ്രാം സംഘടിപ്പിക്കുകയും ഇത് മോഡറേറ്റ് ചെയ്യുകയും ചെയ്ത മനോജ് ഡോക്ടർക്കും IFPHന്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ഇന്ന് ഉണ്ടായിരുന്ന അഭിപ്രായങ്ങൾ പറഞ്ഞ നമ്മുടെ ഹ്യൂബർട്ട് ഡോക്ടർ, അതുപോലെ തന്നെ ഇന്ന് ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്ന എല്ലാ ഹോമിയോപ്പതി ഡോക്ടർമാർക്കും ഹോമിയോപ്പതി സ്നേഹികൾക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഞാൻ പറയാനുള്ളതെല്ലാം പറഞ്ഞു. നിനക്ക് ഇഷ്ടമുള്ള യഥേച്ഛസി തഥാഗുരു, അതാണ് ഇന്ത്യൻ ഫിലോസഫി. അതിന്റെ തർക്കത്തിന്റെ ആവശ്യമില്ല. അവരവർക്ക് ഇഷ്ടമുള്ള ചെയ്യാം, അങ്ങനെ സ്വാതന്ത്ര്യമുണ്ട്. എന്തായാലും ശ്രീകുമാർ സാറിന് ഒരു സെഷൻ കൂടി വേണമെന്ന് ഇവിടെ ആവശ്യം വന്നിട്ടുണ്ട്. അപ്പൊ സാറിന് സമയം നമുക്ക് വീണ്ടും ഒരു ഭാഗം കൂടി വെക്കാമെന്ന് കരുതുന്നു. ഇതോടുകൂടി ഈ ദിവസത്തെ പരിപാടി അവസാനിപ്പിക്കുന്ന സമയമായി. നാളെ ഇതേ സമയം വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ ശുഭരാത്രി നേരുന്നു.